ആരൊന്നും പറയണില്ലല്ലോ, കേൾക്കാൻ പറ്റണില്ലേ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ഇമ്പോർട്ടന്റ് ആക്ടിലെ പോക്സോ ആക്ട് ആണ് എടുക്കാൻ പോണത് കേട്ടോ. പോക്സോ ആക്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വരണ ഒരു ഏരിയ ആണ്. കഴിഞ്ഞ ആഴ്ചയിലെ OAലും കൂടി പോക്സോയിന്ന് ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഈ ഭാഗത്തുനിന്ന് പതിവ് പോലെ സെഷൻസിനേക്കാളും കൂടുതൽ ആശയങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ പോക്സോയെ പറ്റി പരാമർശിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. ആദ്യം തന്നെ നമ്മൾ പഠിക്കേണ്ടത് ഈ പോക്സോയുടെ ഫുൾ നെയിം എന്താന്ന് പഠിക്കണം. പോക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസ് ആക്ട് എന്നുള്ളതാണ് പോക്സോയുടെ ഫുൾ നെയിം. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസ് ആക്ട്. നമ്മൾ മുന്നേ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നിയമങ്ങളൊക്കെ ഗാർഹിക പീഡന നിരോധന നിയമം, അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇത് കുട്ടികൾക്ക് വേണ്ടി തന്നെയുള്ള ഒരു നിയമമാണ് പോക്സോ നിയമം. നിങ്ങൾക്ക് അറിയണ കാര്യം തന്നെയാണ്. 2012 പോക്സോ നിയമം നിലവിൽ വന്നത് കേട്ടോ. അപ്പോ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസസ് ആക്ട് ആണ് പോക്സോ. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ മാത്രമുള്ള ഒരു നിയമമാണ് പോക്സോ. കുട്ടികൾക്കെതിരെയുള്ള മറ്റ് ശിക്ഷകളോ അല്ലെങ്കിൽ മറ്റ് കൃത്യങ്ങളോ ഒന്നും പോക്സോയുടെ അണ്ടറിൽ വരില്ല. പോക്സോയുടെ അണ്ടറിൽ ഓൺലി സെക്ഷുവൽ ആയിട്ടുള്ള കുട്ടികൾക്കെതിരെയുള്ള സെക്ഷുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വരുന്ന ഒരു നിയമമാണ് പോക്സോ കേട്ടോ. ഇനി ഇന്ത്യയിൽ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി 2012 കൊണ്ടുവന്ന നിയമമാണ് പോക്സോ ആക്ട്. നമ്മൾ പറഞ്ഞു വർഷം ഇമ്പോർട്ടന്റ് ആണ്. 2012 പോക്സോ ആക്ട് വന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഫുൾ നെയിം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസസ് ആക്ട് ആണ് കേട്ടോ. ഓയാണ് സെക്ഷുവൽ ഒഫൻസസ് ആക്ട്. അപ്പൊ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് എതിരെ മാത്രമുള്ള ഒരു നിയമമാണ് പോക്സോ നിയമം. അത് കുട്ടികൾക്ക് ഉള്ളത്. ഇനി പോക്സോന്റെ പ്രധാന ലക്ഷ്യം ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം, അശ്ലീലത തുടങ്ങിയ കുറ്റകൃത്യത്തിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. ചോദിച്ചിട്ടുണ്ട് കേട്ടാ. പോക്സോയുടെ അണ്ടറില് ഈ ടീച്ചർമാര് കുട്ടികളെ തല്ലണതൊക്കെ വരുമോ എന്നൊക്കെ രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം, അശ്ലീലത അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമമാണ് പോക്സോ ആക്ട്. ഇനി കുറച്ച് പ്രത്യേകതകളുണ്ട് ഈ പോക്സോ ആക്ടിന്. ഇതില് നമ്മൾ മിക്കയിലും സ്ത്രീകളെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിയമമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് കൂടുതലും. ഇവിടെ കുട്ടി എന്നൊരു ഇതിൽ വരുമ്പോ ഇവിടെ ആൺ പെൺ വ്യത്യാസമില്ല. ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും ആ കുട്ടി സെക്ഷുവലി എന്തെങ്കിലും അതിക്രമത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ അവിടെ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല. അവരൊക്കെ പോക്സോയുടെ വിക്ടിമാണെന്ന് നമുക്ക് പറയാം. അപ്പൊ ആൺ പെൺ വ്യത്യാസമില്ലാതെ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന കുട്ടികൾക്ക് നിയമ സംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിയമം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ആൺ പെൺ വ്യത്യാസം എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും ഈ പോക്സോയുടെ ഇങ്ങനെ എന്തെങ്കിലും ലൈംഗികമായ എന്തെങ്കിലും അതിക്രമം ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പോക്സോയുടെ അണ്ടറിൽ വരും. കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് തരം തിരിച്ചുള്ള നടപടിക്രമങ്ങളും ശിക്ഷയൊക്കെ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലെ ശിശു സൗഹാർദ്ദ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. കംപ്ലീറ്റ്ലി കുട്ടികളെ സ്ട്രെസ് ഫ്രീ ആക്കുന്ന രീതിയിലാണ് ഇതിലെല്ലാ നിയമങ്ങളും ഉള്ളത്. ഇതില് ചോദ്യം ചെയ്യണ സമയത്ത് ഒന്നും ഒരിക്കലും യൂണിഫോം ഇട്ടിട്ട് വരാൻ പാടില്ല എന്നൊക്കെ നിയമമുണ്ട്. നമ്മൾ പഠിക്കും. കുറ്റകൃത്യത്തിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം കുറ്റകൃത്യ വിചാരണയ്ക്ക് വേണ്ടി സ്പെഷ്യൽ കോടതി സ്ഥാപിക്കുന്നതിനും കൂടി വേണ്ടിയാണ് പോക്സോ നിയമം. അപ്പൊ സ്പെഷ്യൽ കോടതികളും സ്ഥാപിക്കുകയും ഈ പോക്സോയുടെ അണ്ടറിൽ വരണതാണ് കേട്ടോ. ഇനി ഈ പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സിൽ താഴെ പ്രായമുള്ള ഏതൊരാളും ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇതും ചോദിക്കണ ക്വസ്റ്റ്യൻ ആണ്. ആൺകുട്ടി മാത്രമേ പറ്റുള്ളൂ പെൺകുട്ടി മാത്രമേ പറ്റുള്ളൂ എന്ന്. അങ്ങനെയില്ല. 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു കുട്ടിയും പോക്സോയുടെ അണ്ടറിൽ അവർക്ക് കേസിന് പോവാം. അങ്ങനത്തെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ അവർക്കെതിരെ നടന്നു. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ബാലവേല നിരോധന നിയമപ്രകാരം കുട്ടിയായിട്ട് കണക്കാക്കപ്പെടുന്നത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ്. അതേപോലെ തന്നെ കമ്പൽസറി ആയിട്ടുള്ള പ്രാഥമിക എഡ്യൂക്കേഷൻ പറയുന്നത് 6 to 14 വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ. ഓക്കെ.
അപ്പൊ ബാലവേല നിരോധന നിയമപ്രകാരം കുട്ടിയായിട്ട് കണക്കാക്കപ്പെടുന്നത് 14 വയസ്സിലോ താഴെയുള്ള കുട്ടികളെയാണ്. പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ. ഇനി ആർക്കൊക്കെയാണ് പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുക? ഒരു കേസ് ഇങ്ങനെ നടന്നു, ഇങ്ങനെ നിങ്ങൾ അറിഞ്ഞു. അപ്പോ ആർക്കൊക്കെ ഈ പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും? പാരന്റ്സിന് എന്തായാലും പറ്റൂലേ? കുട്ടിയുടെ പാരന്റ്സിന് പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തം ഉണ്ട്. ചൈൽഡ് ലൈന് അങ്ങനെ എന്തെങ്കിലും കൗൺസിലിംഗ് കോഡ് എങ്ങനെയെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരവാദിത്തം ഉണ്ട് പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ. ഡോക്ടർ, ആശുപത്രി ജീവനക്കാർ, സ്കൂൾ അതോറിറ്റി, ഹോസ്റ്റൽ ജീവനക്കാർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുട്ടികളെ കൗൺസിലിങ്ങിനൊക്കെ വിധേയമാക്കുമ്പോൾ ഇങ്ങനെ സ്കൂളില് പോക്സോ പരമായിട്ടുള്ള തെറ്റുകൾ കണ്ടുണ്ട് അത് അവർക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നത് നിയമമാണ് കേട്ടോ. അധ്യാപകര്, പൊതുപ്രവർത്തകര്, കൂടാതെ ഏതൊരു കുട്ടിക്കും പൊതുജനത്തിനും റിപ്പോർട്ട് ചെയ്യാം. ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആർക്കൊക്കെ റിപ്പോർട്ട് ചെയ്യാം? ഓപ്ഷൻസിൽ ഇതൊക്കെ കാണും. ചിലപ്പോ വേറെ ഏതെങ്കിലും ഓപ്ഷനും കൂടി തരും. അപ്പൊ മാതാപിതാക്കൾ, സർക്കാർ ഉദ്യോഗസ്ഥൻ, ചൈൽഡ് ലൈൻ, ഡോക്ടർ, ആശുപത്രി ജീവനക്കാർ, സ്കൂൾ അതോറിറ്റി, ഹോസ്റ്റൽ ജീവനക്കാർ, അധ്യാപകർ, പൊതുപ്രവർത്തകർ, കൂടാതെ കുട്ടികൾക്കും ഇതിന് പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പൊതുജനത്തിനും റിപ്പോർട്ട് ചെയ്യാം. ഇനി പോക്സോ കേസുമായി ബന്ധപ്പെട്ട് പരാതി നൽകേണ്ടത് ആർക്കൊക്കെയാണ്? നമ്മളിപ്പോ ഒരു പോക്സോ നമ്മുടെ അറിവില് നമ്മുടെ അയൽവക്കത്തുള്ള ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ നടന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടത്? ഒന്നെങ്കിൽ ലോക്കൽ പോലീസിന്, നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാം, ലോക്കൽ പോലീസിന് കൊടുക്കാം, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിന് കൊടുക്കാം, ചൈൽഡ് ലൈനിന് കൊടുക്കാം, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൊടുക്കാം, സംസ്ഥാന ബാലാവകാശ കമ്മീഷനും ദേശീയ ബാലാവകാശ കമ്മീഷനും ഒക്കെ കൊടുക്കാം. ഓക്കെ, അപ്പൊ ലോക്കൽ പോലീസിന് ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോ ലോക്കൽ പോലീസ്, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ്, ചൈൽഡ് ലൈൻ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ ഒക്കെ പോക്സോ കേസുമായി ബന്ധപ്പെട്ട പരാതികൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി 2012 നമ്മൾ പറഞ്ഞു പോക്സോ ആക്ട് വന്നത്. 2012 നിയമം വന്നത് കേട്ടോ. അത് ചോദിക്കാറുണ്ട്, നിയമം വന്നത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ അത് 2012 വന്നത്. ഭേദഗതി നിയമമാണ് വന്നത് 2019 കേട്ടോ. ഭേദഗതി നിയമം വന്നത് 2019. കുട്ടികൾക്ക് എതിരായ കുറ്റകൃത്യങ്ങൾക്ക് കർശന ശിക്ഷ നൽകുന്നതിനോടൊപ്പം ലൈംഗിക അതിക്രമത്തിന് വധശിക്ഷ നൽകാനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തിക്കൊണ്ട് പോക്സോ നിയമം 2019 ഭേദഗതി ചെയ്തു. മുന്നൊരു വധശിക്ഷ കൊടുക്കുക എന്നുള്ള ഒരു പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പോക്സോ നിയമം ഈ നിയമം ഉണ്ടെങ്കിലും 2012 ഇതിൽ വധശിക്ഷ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇതിലില്ലായിരുന്നു. പക്ഷെ 2019 ഈ ഭേദഗതി അമൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇപ്പോ ഏറ്റവും കൂടിയ ശിക്ഷ വധശിക്ഷയാണ് കേട്ടോ. പോക്സോ ഈ നിയമപ്രകാരം ഓരോ തിരിച്ചിട്ടുണ്ട് കുറ്റങ്ങളൊക്കെ. അപ്പൊ അതിൽ ഏറ്റവും കൂടിയ ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റമാണ് ഈ പറഞ്ഞ പോക്സോ നിയമം എന്ന് പറയുന്നത്. ഇപ്പോട്ടെ 2019 ഭേദഗതി അനുസരിച്ച് ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കൂടിയ ശിക്ഷ ഏതാന്ന് ചോദിച്ചാൽ പോക്സോ നിയമപ്രകാരം കൂടിയ ശിക്ഷ വധശിക്ഷയാണ് കേട്ടോ. ഇപ്പോ മുന്നുണ്ടായിരുന്നില്ല കേട്ടോ. 2012 വധശിക്ഷ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നില്ല. ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ച് ഈ അമെന്റ്മെന്റ് ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് സ്മൃതി ഇറാനിയാണ്, കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നത്തെ. ഇനി പോക്സോ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 24. പറ്റുന്നവർ പഠിക്കുക. രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 24. ലോകസഭ ഓഗസ്റ്റ് 1. പ്രസിഡന്റ് അംഗീകാരം കൊടുത്തത് 2019 ഓഗസ്റ്റ് 5. ഒന്നും പറ്റിയില്ലെങ്കിൽ ഈ ഡേറ്റെങ്കിലും പഠിക്കാം. 2019 ഓഗസ്റ്റ് 5. അന്ന് ഒപ്പുവെച്ച പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്. ഓക്കെ, രാംനാഥ് കോവിന്ദ് കേട്ടാ. ഇനി പോക്സോ ഇ ബോക്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതി ഓൺലൈൻ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സർക്കാരിന്റെ പദ്ധതിയാണ്, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് പോക്സോ ഇ ബോക്സ്. ഇത് ചോദിച്ചിട്ടുണ്ട് ആരെ ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചാൽ മേനകാ ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്ത്. 2016 പോക്സോ ഇ ബോക്സ് ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. ഇനി ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ 63-ാം വർഷം നിലവിൽ എന്താണ് പോക്സോ ആക്ട്? ഇത് പഠിച്ചില്ലെങ്കിലും മേനകാ ഗാന്ധിയാണ് പോക്സോ ഇ ബോക്സ് ഉദ്ഘാടനം ചെയ്തതെന്നൊന്ന് പഠിക്കുക. ഇത് ഓൺലൈൻ ആയിട്ട് കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതികൾ കൊടുക്കാനുള്ളതാണ് പോക്സോ ഇ ബോക്സ്. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഈ പോക്സോ നിയമത്തിന്റെ ഫുൾ നെയിം ഒന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടെ, പോക്സോയുടെ ഫുൾ നെയിം.
പോക്സോയുടെ ഫുൾ നെയിം? ബാക്കി ആർക്കും കിട്ടിയില്ലേ പോക്സോയുടെ ഫുൾ നെയിം? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട്. ഇങ്ങനെയുള്ള ചിലതിന്റെ ഒക്കെ ഫുൾ നെയിം പഠിച്ചു വെക്കാം കേട്ടോ. ചിലപ്പോ അതിന്റെ ഫുൾ നെയിം തന്നെ ഒക്കെ ചോദിക്കും. ഇപ്പൊ കൊപ്രയുടെ ഫുൾ നെയിം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടില്ല. അത് കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു വേർഡാണ് കൊപ്ര എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫുൾ നെയിം ഒക്കെ ചോദിക്കാം. കമ്പ്യൂട്ടറായിട്ട് റിലേറ്റ് ചെയ്തതിന്റെ ഫുൾ നെയിം ഒക്കെ ചോദിക്കാം. അപ്പൊ ഇങ്ങനെയുള്ളതിന്റെ ഒക്കെ ഫുൾ നെയിം ഒന്ന് പഠിക്കുക കേട്ടോ. ഇനി പ്രാരംഭികത്തില് വകുപ്പ് 1, 2 പറയണത്. അതില് കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്ന് പറയണതാണ്, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ. ഇനി കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം അധ്യായം 2 പറയണത്. വകുപ്പ് 3 മുതൽ 12 വരെയാണ് പറയണത് കേട്ടോ. കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമത്തിന്റെ അധ്യായം 2 വകുപ്പ് 3 മുതൽ 12. ഇനി അങ്ങോട്ട് കേൾക്കുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ അതിന്റെ കണ്ടന്റ് മാത്രം പഠിച്ചാൽ മതി. ഒരുപാട് ശിക്ഷകളൊക്കെ പറയുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇത് പഠിപ്പിക്കാണ്ടിരിക്കുമ്പോ ചിലപ്പോ വന്നല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം കേട്ടോ. ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള അതിക്രമമാണ് പെനട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് എന്ന് പറയണത് കേട്ടോ. അതായത് ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള അതിക്രമം. അതിൽ പറയണത് കുട്ടിയുടെ വായിലോ സ്വകാര്യ ഭാഗങ്ങളോ ശരീരഭാഗമോ മറ്റു വസ്തുക്കളോ പ്രവേശിപ്പിക്കുകയോ മറ്റൊരാളെ ഇപ്രകാരം ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവർത്തിനെയാണ് ഈ കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക കടന്നുകയറ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കുട്ടിയുടെ വായിലായിരിക്കാം, സ്വകാര്യ ഭാഗങ്ങളിലാകാം, ശരീരഭാഗങ്ങളിലാവാം, എന്തെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും ശരീരഭാഗങ്ങളോ ഒക്കെ കയറ്റാൻ പ്രേരിപ്പിക്കുകയോ കയറ്റുന്നതൊക്കെയാണ് ഈ പറഞ്ഞ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള അതിക്രമം എന്ന് പറയുന്നത് കേട്ടോ. ഈ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തെ കുറിച്ച് പറയുന്ന സെഷൻ 3. ഇതൊന്ന് അറിഞ്ഞിരിക്കുക. സെഷൻ 3 കേട്ടോ. ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം എന്താന്ന് മനസ്സിലായില്ലേ? ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തിന്റെ ശിക്ഷ പറയണതാണ് സെഷൻ 4. 3 ഈ ലൈംഗിക കടന്നുകയറ്റം പറയണതാണ് സെഷൻ 3. അതിന്റെ ശിക്ഷ പറയണതാണ് തൊട്ടടുത്ത സെഷൻ 4 കേട്ടോ. ഓക്കെ. ഇനി 2019 പോക്സോ ഭേദഗതി നിയമപ്രകാരം സെഷൻ 4 ഭേദഗതി വരുത്തുകയും ലൈംഗിക കടന്നുകയറ്റം ചെയ്യുന്ന വ്യക്തിക്കുള്ള ശിക്ഷകളിൽ മാറ്റം വരുത്തുകയൊക്കെ ചെയ്തു. അതായത് അമെന്റ്മെന്റ് വന്നപ്പോ ഈ ശിക്ഷകൾക്കൊക്കെ മാറ്റം വരുത്തി എന്നാണ് പറയണത്. പുതിയ വകുപ്പുകളൊക്കെ കൂട്ടിച്ചേർത്തു. ഇനി സെഷൻ 4(1) പ്രകാരം ലൈംഗിക കടന്നുകയറ്റം ചെയ്യുന്ന വ്യക്തിക്കുള്ള ശിക്ഷ 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്ന തടവ് ശിക്ഷയും കൂടാതെ പിഴയാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ 4(1)ലും 4(2)ലും. സെഷൻ 3 പറയണത് ലൈംഗിക കടന്നുകയറ്റത്തെ പറ്റി പറയണതാണ്. ഇനി സെഷൻ 4 പറയണത് അതിന്റെ ശിക്ഷയാണ്. അതിന്റെ തന്നെ 4(1) പ്രകാരമുള്ള ഈ ലൈംഗിക കടന്നുകയറ്റം ചെയ്യുന്ന വ്യക്തിക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്ന തടവ് ശിക്ഷയും അതുകൂടാണ്ട് പിഴയും കൂടിയാണ്. സെഷൻ 4(2) പ്രകാരം ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സാധനം. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നേരെ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള അതിക്രമം നടത്തുന്നവർക്കുള്ള ശിക്ഷ 20 വർഷത്തിൽ, ഇതിന്റെ ഇരട്ടി 20 വർഷത്തിൽ കുറയാത്ത തടവോ അല്ലെങ്കിൽ ജീവപര്യന്തമോ നൽകാവുന്നതാണ്, കൂടാതെ പിഴ ശിക്ഷ. അപ്പൊ 16 വയസ്സിൽ താഴെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം തീരെ കുഞ്ഞു കുട്ടികളാണ്. അതുകൊണ്ട് അവർക്ക് ആ ശിക്ഷ ഇത്തിരി കൂടി കൂടുതലാണ്. 20 വർഷം വരെ വർഷത്തിൽ കുറയാത്ത തടവ് കിട്ടും, ജീവപര്യന്തം കൂടാതെ പിഴയും കിട്ടും. ഇനി 4(1) പ്രകാരമാണെന്നുണ്ടെങ്കിൽ ശിക്ഷ 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്ന തടവ്. ഇവിടെ ജീവപര്യന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ സ്വാഭാവിക ജീവിതത്തിൽ ശേഷിക്കുന്ന കാലയളവ്. ഓക്കെ. ഇപ്പോ ഒരു 50 വയസ്സുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ബാക്കി അയാൾ എത്ര കാലഘട്ടം വരെ ജീവിക്കുന്നു അതാണ് ആളുടെ ജീവപര്യന്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ 4(1) പ്രകാരം സെഷൻ 3 പറയണത് ലൈംഗിക കയറ്റത്തിലൂടെയുള്ള ആക്രമണത്തെ പറ്റി പറയണതാണ്. നമ്മൾ പറഞ്ഞു കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം എന്താണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തെ പറ്റി പറയുന്നത് സെഷൻ 3 അതിന്റെ ശിക്ഷ 4. ഇനി 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കെതിരെയാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്നുണ്ടെങ്കിൽ സെഷൻ 4(2) പ്രകാരം 20 വർഷം തടവും പിന്നെ പിഴയും കിട്ടും, പിന്നെ ജീവപര്യന്തം തടവും കിട്ടുന്നതാണ്. സെഷൻ 4(1) പ്രകാരമാണെങ്കിൽ 10 വർഷത്തിൽ കുറയാത്ത തടവും ജീവപര്യന്തം വരെയാവുന്ന തടവും ശിക്ഷയും അതേപോലെ പിഴയും.
ഇനി 4(3) പ്രകാരം പ്രതിയിൽ നിന്ന് ഈടാക്കിയ പിഴത്തുക അതിക്രമത്തിന് ഇരയായവരുടെ ചികിത്സാ ചെലവുകൾക്കും പുനരധിവാസത്തിനുമായിട്ടാണ് ഈ കിട്ടിയവരിൽ നിന്ന് ഈടാക്കിയ പിഴത്തുക ഉപയോഗിക്കേണ്ടത്. ആ കുട്ടിയുടെ ചികിത്സാ ചെലവിനും പുനരധിവാസത്തിനൊക്കെ കേട്ടോ. ഇനി ഇത് മുന്നേ ഇതിന്റെ കുറഞ്ഞ ശിക്ഷ നമ്മൾ നേരത്തെ പറഞ്ഞു. 2012 മുന്നേ ഇത് 7 വർഷം തടവായിരുന്നു. ജീവപര്യന്തം തടവാണ്. കൂടാതെ പിഴയും കിട്ടാവുന്ന കുറ്റകൃത്യമായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ പറഞ്ഞു 16 വയസ്സിൽ താഴെയാണെങ്കിൽ 20 വർഷം വരെ തടവ് കിട്ടും. 4(1) പ്രകാരമാണെങ്കിൽ 10 വർഷത്തിൽ കുറയാത്ത തടവും കിട്ടും. ഓക്കെ. ഇനി ഈ പറഞ്ഞ ലൈംഗിക കടന്നുകയറ്റം തന്നെ കുറച്ച് തീവ്രമായ രീതിയിലാവാന്ന് പറയണത് എന്തൊക്കെയാണെന്ന് കുറച്ചും കൂടി ഭീകരമായിട്ട് അഗ്രവേറ്റഡ് ആയിട്ട് ഇതെങ്ങനെയാ ആവാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ തന്നെ ആ കുട്ടീനെ പീഡനത്തിന് ഇരയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ തീവ്രമായിട്ടുള്ള ലൈംഗിക കടന്നുകയറ്റം എന്ന് പറയാം. അതായത് നമ്മളവിടെ പബ്ലിക് സർവന്റിന് പോക്സോ പ്രകാരം എന്തെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അറിയിക്കാൻ ഉത്തരവാദിത്തം ഉണ്ട്. അതേപോലെ തന്നെ പബ്ലിക് സർവന്റ്, പൊതുപ്രവർത്തകർക്ക് ഇതൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംരക്ഷിക്കാൻ ഉത്തരവുള്ളവര് ചെയ്ത കുറ്റം കുറച്ച് തീവ്രമാണ്. ഇനി അതാണ് ഇനി പറയാൻ പോണത്. പോലീസ് ഓഫീസറായ ഏതെങ്കിലും ഒരു വ്യക്തി അയാൾ നിയമിക്കപ്പെടുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിലോ പരിസരത്ത് വെച്ചോ അയാൾ നിയമിക്കപ്പെട്ടിരിക്കുന്ന പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നതോ അല്ലാത്തതോ ആയ ഏതെങ്കിലും സ്റ്റേഷന്റെ ഹൗസിന്റെ പരിസരത്ത് വെച്ചോ അയാളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഇടയിലോ അല്ലാതെയോ അല്ലെങ്കിൽ ഒരു പോലീസ്, അതായത് ഒന്നുമില്ല, അദ്ദേഹം ഒരു കൃത്യനിർവഹണത്തിന്റെ ഇടയിൽ അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ ആണ്, എന്നിട്ട് ഈ ഒരു കുട്ടീനെ ഉപദ്രവിക്കാം. ഒന്നെങ്കിൽ ആ സ്റ്റേഷൻ പരിധിയിലായിരിക്കാം, അല്ലെങ്കിൽ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിന്റെ ഇടയിലാവാം. അപ്പൊ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര തീവ്രമായിട്ടുള്ള ആക്രമണമാണ്. പോലീസ് ഓഫീസറായ ഏതെങ്കിലും ഒരു വ്യക്തി അയാൾ നിയമിക്കപ്പെട്ടിരിക്കുന്ന പോലീസ് സ്റ്റേഷന്റെ പരിസരത്താവാം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് തന്നെ ആവണമെന്നില്ല, അല്ലാത്തതുമായ ഏതെങ്കിലും സ്റ്റേഷൻ ഹൗസിന്റെ പരിസരത്ത് വെച്ചോ ഔദ്യോഗിക ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഇടയിൽ ചെയ്തു കഴിഞ്ഞാൽ തീവ്രമായി. അതേപോലെ അയാൾ ഒരു പോലീസ് ഓഫീസർ ആണെന്ന് അറിയുന്നതോ അല്ലെങ്കിൽ തിരിച്ചറിയപ്പെടുന്നതോ ആയ പ്രദേശത്ത് വെച്ച ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം നടത്തുന്നത്. അപ്പൊ നാട്ടിലും പറ്റില്ല, അതേപോലെ തന്നെ ജോലി സ്ഥലത്ത് ആ ഏരിയയിൽ ഒന്നും പറ്റില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക് സർവൻസിന് അതിനി പറയും, പോലീസ് ഉദ്യോഗസ്ഥന്റെ കാര്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അവര് ഈ കുട്ടികൾക്കെതിരായി പ്രൊട്ടക്ട് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് പോലീസുകാരെന്ന് പറയുന്നത്. അവരിങ്ങനെ കുട്ടീനെ ഉപദ്രവിക്കാന്ന് പറഞ്ഞാൽ സെക്ഷലി ഉപദ്രവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തീവ്രമായൊരു തെറ്റ് തന്നെയാണ്, തീവ്രമായ കടന്നുകയറ്റാണ്. അതേപോലെ തന്നെ സായുധ സേനയിലോ സുരക്ഷാ സേനയിലോ അംഗമായിരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ വിന്യസിക്കുന്ന പ്രദേശത്തിന്റെ പരിധിക്കുള്ളിൽ ഈ കുറ്റം ചെയ്താലും, നമുക്കറിയാം മിലിറ്ററിയോ അതേപോലെ നേവി, ആർമി അങ്ങനെയൊക്കെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥര് അങ്ങനെയുള്ളവരായാലും ഇതേ കോൺസിക്വൻസസ് തന്നെയാണ്. സൈന്യത്തിന്റെയോ സായുധ സേനയുടെ കീഴിലുള്ള ഏതെങ്കിലും പ്രദേശങ്ങളിൽ അയാളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഇടയിലോ അല്ലാതെയോ അയാൾ ഒരു സായുധ സേന അല്ലെങ്കിൽ സംരക്ഷണ സേന അംഗം എന്ന നിലയിൽ അറിയുന്നതോ അല്ലെങ്കിൽ തിരിച്ചറിയുന്നതോ ആയ സ്ഥലത്ത് വെച്ച് ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം നടത്തുന്നു. ഒഫീഷ്യലി ആയാലും അൺഒഫീഷ്യലി ആയാലും ഇവര് ആ പദവിയിൽ തുടരുന്നിടത്തോളം കാലം ഇവരത് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് തീവ്രമായിട്ടുള്ള കാര്യമാണ്. ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, അടുത്തേക്ക് പോവാം. ഇനി ഈ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള തീവ്രമായ ആക്രമണങ്ങൾ ഉൾപ്പെടുന്ന മറ്റു സാഹചര്യം, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഡ്യൂട്ടിയിൽ ഇരിക്കണ പോലീസുകാരൻ അല്ലെങ്കിൽ സായുധ സേനയിലെ അംഗം അങ്ങനെയുള്ളവർ ചെയ്ത കുറ്റാണ്. ഇത് കൂടാണ്ട് വേറെ കുറച്ച് സാഹചര്യങ്ങളിൽ കൂടെ നമുക്ക് തീവ്രമായ ആക്രമണമാണെന്ന് പറയാൻ പറ്റും. അതാണ് ഇനി പറയാൻ പോണത്. ഏതെങ്കിലും ഒരു പബ്ലിക് സർവന്റ് ഒരു കുട്ടിക്ക് നേരെ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം നടത്തുന്നത് ഇതേപോലെ ഇത്തിരി ക്രിട്ടിക്കൽ ആണ്, സീരിയസ് ആണ്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതാണ് സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ളവര് തന്നെ ഈ കുട്ടീനെ ഉപദ്രവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കേസ് വേറെയാണ്. ജയിൽ, റിമാൻഡ് ഹോം, പ്രൊട്ടക്ഷൻ ഹോം, ഒബ്സർവേഷൻ ഹോം അല്ലെങ്കിൽ കുട്ടിയുടെ കസ്റ്റഡിക്കോ സംരക്ഷണത്തിനോ പരിചരണത്തിനോ നിലവിലുള്ള നിയമപ്രകാരം സ്ഥാപിച്ചിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനത്തിന്റെയോ ഭരണനിർവഹണ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനോ ജീവനക്കാരോ അതത് സ്ഥാപനങ്ങളിൽ താമസിക്കുന്ന കുട്ടിയെ ലൈംഗിക കടന്നു, അതായത് നേരത്തെ പറഞ്ഞത് തന്നെ
ഇപ്പൊ ഒരു ഓർഫനേജിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അവരെ സംബന്ധിച്ച് അനാഥാലയത്തിൽ ആ കുട്ടീനെ പ്രൊട്ടക്ട് ചെയ്യാൻ കടപ്പെട്ടവരാണ്. അതിന് റെസ്പോൺസിബിലിറ്റി ഉള്ളവരാണ് അവിടെ ഉള്ളത്. അപ്പൊ അവര് ഈ കുട്ടിക്കെതിരെ എന്തെങ്കിലും അക്രമങ്ങൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് തീവ്രമാണ്. അതേപോലെ ജയിലിലാണെങ്കിൽ ജയിൽ, റിമാൻഡ് ഹോം, അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ ഹോം, ഒബ്സർവേഷൻ ഹോം, ഇങ്ങനെയുള്ളിടത്തൊക്കെ അവിടെയുള്ള ആൾക്കാർ എന്ന് പറയണത് ഈ കുട്ടീനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അവര് ഈ കുട്ടീനെ സെക്ഷലി ഉപദ്രവിച്ചു കഴിഞ്ഞ സംഭവം തീവ്രമാണ്. അതേപോലെ ഒരു സർക്കാർ സ്വകാര്യ ആശുപത്രിയിലെ ഭരണനിർവഹണത്തിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥരോ ജീവനക്കാരോ ആശുപത്രിയിൽ വെച്ച് ഒരു കുട്ടിയെ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തിന് വിധേയമാക്കുന്നു. ഒരു കുട്ടി സീരിയസ് ആയിട്ട് ആശുപത്രി വന്നേക്കാണ്. അവിടുത്തെ ഡോക്ടർ, നേഴ്സ്, ബാക്കിയുള്ള ജോലിക്കാര് ആ കുട്ടീനെ ഉപദ്രവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി തീവ്രമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെയോ മത സ്ഥാപനത്തിന്റെയോ മാനേജ്മെന്റിലോ സ്റ്റാഫിലോ ഉള്ളവർ ആ സ്ഥാപനത്തിലെ ഒരു കുട്ടിക്ക് നേരെ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തിന് വിധേയമാക്കും. നമുക്കറിയാം, കുട്ടീനെ സ്കൂളിൽ വിട്ടു, സ്കൂളിലെ അധ്യാപകർ, ടീച്ചേഴ്സും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കുട്ടീനെ, അല്ലെങ്കിൽ അവിടെ ജോലിക്ക് വരുന്ന മറ്റാൾക്കാര് കുട്ടീനെ അങ്ങനെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യേണ്ടവർ തന്നെയാണ്. അപ്പോ അത് കുറച്ച് തീവ്രമായിട്ടുള്ള കാര്യമാണ്. ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ഒരു കുട്ടിയെ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെ ആക്രമണത്തിന് വിധേയത. ഓക്കെ, ആ കുട്ടീനെ കൂട്ടമായിട്ട് റേപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അത് കുറച്ച് തീവ്രമായിട്ടുള്ള ഒരു ലൈംഗിക കടന്നുകയറ്റാണ്. ഒരാൾ മാരകായുധങ്ങൾ, തീ, ചൂടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ നശിപ്പിക്കുന്ന പദാർത്ഥം മുതലായവ ഉപയോഗിച്ച് ഒരു കുട്ടിയെ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തിന് വിധേയം. നമുക്കറിയാം, മാരകായുധങ്ങളൊക്കെ വെച്ചിട്ട് കുട്ടീനെ ഉപദ്രവിച്ച് ആ കുട്ടീനെ പീഡിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ല പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് കുട്ടീനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അണ്ടറിൽ വരും. ഒരാൾ ഒരു കുട്ടിയെ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തിന് വിധേയമാക്കുന്നതിന്റെ ഫലമായി ആ കുട്ടിക്ക് ഗുരുതരമായ മുറിവുണ്ടാവുകയോ അല്ലെങ്കിൽ ശാരീരിക ഉപദ്രവമോ കുട്ടിയുടെ ലൈംഗിക അവയവങ്ങൾക്ക് പരിക്കോ മുറിവോ ഉണ്ടാകുന്നതായ ലൈംഗിക അതിക്രമം നടത്തുന്നു. ആ കുട്ടി ഗുരുതരമായിട്ട് ക്രിട്ടിക്കലായി മരിക്കാറായ ഒരു സാഹചര്യമൊക്കെ വന്നു, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ലൈംഗിക അവയവങ്ങൾക്ക് പരിക്കും മുറിവൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര തീവ്രമായിട്ടുള്ള കാര്യമാണ്. ഇനി ഇങ്ങനെയൊക്കെയുള്ള ലൈംഗിക കടന്നുകയറ്റം ഒരു കുട്ടിക്ക് നേരെ നടത്തുന്നതിന്റെ ഫലമായിട്ട് ആ കുട്ടിക്ക് ശാരീരികമായ വൈകല്യം ഉണ്ടാകുകയോ അല്ലെങ്കിൽ മാനസിക രോഗം ഉണ്ടാകുകയോ അല്ലെങ്കിൽ ശാശ്വതമായോ താൽക്കാലികമായോ ദൈനംദിന പ്രവർത്തികളിൽ ഏർപ്പെടാൻ കഴിയാതെ വരുന്ന തരത്തിലുള്ള ഏതെങ്കിലും വൈകല്യങ്ങളും ഉണ്ടാകുന്നത്. ഇതൊക്കെ ഭയങ്കര സീരിയസ് ആണ്. ഒരു കുട്ടി ഈ കുട്ടീനെ ഇങ്ങനെ പീഡിപ്പിച്ചതിന്റെ ഫലമായിട്ട് കൊച്ചിന് ചിലപ്പോ മാനസികമായിട്ട് കുട്ടി എന്തെങ്കിലും മെന്റലി തകർന്നു പോകും. ചിലപ്പോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാവാം. അത് പെർമനന്റ് ആവാം, അല്ലാണ്ട് താൽക്കാലികമായിട്ട് ഉണ്ടാവാം. അതുകൊണ്ട് കുട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയാതെ വരുന്നതൊക്കെ സീരിയസ് ആണ്. ഇനി പെങ്കൊച്ചാണെന്നുണ്ടെങ്കിൽ, പെൺകുട്ടിയാണെങ്കിൽ ലൈംഗിക ആക്രമണത്തിന്റെ ഫലമായി ആ കുട്ടി ഗർഭിണിയാവുകയാണെങ്കിൽ നമുക്ക് അറിയണ കാര്യമാണ്. HIV അല്ലെങ്കിൽ ജീവന് ഹാനികരമാകുന്ന മറ്റേതെങ്കിലും രോഗമോ അണുബാധയോ ഇത്തരം ലൈംഗിക അതിക്രമത്തിലൂടെ കുട്ടിക്ക് പകരാൻ കാരണമാകുകയോ ശാശ്വതമായോ താൽക്കാലികമായോ ദൈനംദിന പ്രവർത്തികളിൽ ഏർപ്പെടാൻ കഴിയാതെ വരുന്ന തരത്തിലുള്ള ഏതെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാവുകയോ രോഗം ഉണ്ടാവുകയോ ചെയ്ത HIV ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. ഇതൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ കയറി ചോദിക്കും കേട്ടാ. ഈ പെർമനന്റ് ആയിട്ട് മാത്രം എന്തെങ്കിലും ഈ വയ്യായിക വന്നാൽ മാത്രമേ ഇത് പറ്റുള്ളൂ എന്നൊക്കെ അങ്ങനെ ചോദിക്കാം. ഇവിടെ പറയുന്നുണ്ട് കൃത്യമായിട്ട്, ശാശ്വതമായാലും താൽക്കാലികമായാലും ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ അത് തീവ്രമായിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടിയുടെ മരണത്തിന് കാരണമാകുന്നത് പിന്നെ പറയണ്ടല്ലോ. ഒരാൾ കുട്ടിയുടെ മാനസിക ശാരീരിക വൈകല്യങ്ങളെ മുതലെടുത്ത് കുട്ടിയെ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തിന് വിധേയമാകുന്നത്. ഇപ്പൊ മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്, ബുദ്ധിപരമായിട്ട് കുറച്ച് അങ്ങനെ ഇല്ലാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരെ ഉപദ്രവിക്കണത് അവരുടെ വൈകല്യങ്ങൾ മുതലെടുക്കണതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്നേഹം നടിച്ച്, ചോക്ലേറ്റ് ഒക്കെ നടിച്ച്, എങ്ങനെ വേണമെങ്കിലും അവരുടെ ആ വൈകല്യങ്ങൾ മുതലെടുത്ത്, ശാരീരിക വൈകല്യങ്ങളൊക്കെ മുതലെടുത്ത് കുട്ടീനെ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തിന് വിധേയമാക്കുന്നത് ഇതിന്റെ അണ്ടറിൽ വരും. ഒന്നിലധികം തവണയോ ആവർത്തിച്ചോ കുട്ടിക്ക് നേരെ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള അതിക്രമം നടത്തുന്നത്. റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ലൈംഗിക കടന്നുകയറ്റം കുട്ടിക്ക് നേരെ ചെയ്യുന്നത്. 12 വയസ്സിൽ താഴെയുള്ള പ്രായമായ കുട്ടിയെ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെ ആക്രമണത്തിന് വിധേയമാക്കുന്നത് ഇത്തിരി സീരിയസ് ആണ്. 12 വയസ്സിന് താഴെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തീരെ കുഞ്ഞു കുട്ടികളാണ്. അപ്പൊ അവർക്ക് അറിവ് വയ്ക്കാൻ അധികം പ്രായമൊന്നും ആയിട്ടില്ല. കുട്ടിയുമായി ബന്ധത്തിൽ പെടുന്നതോ
രക്തബന്ധം, ദത്തെടുക്കൽ, വിവാഹം, ഫോസ്റ്റർ കെയർ എന്ന് പറയുന്നത് ആ കുട്ടീനെ വീട്ടിൽ വളർത്താൻ സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ വേറൊരു കുടുംബത്തിന് നോക്കാൻ ഏൽപ്പിക്കണ ഒരു സംഭവത്തിനെയാണ് ഫോസ്റ്റർ കെയർ എന്ന് പറയുന്നത്. ഫോസ്റ്റർ കെയർ എന്നിവ വഴി കുട്ടിയുടെ മാതാപിതാക്കളുമായി ഗാർഹിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരോ കുട്ടിയുമായി ഒരു കുടുംബത്തിലോ പങ്കാളിത്തത്തിലോ താമസിക്കുന്നവരോ ആയ ആരെങ്കിലും കുട്ടിക്കെതിരെ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെ അതിക്രമം നടത്തുന്നു. അത് നമുക്കറിയാം. വീട്ടിലുള്ള ഈ അടുത്തൊരു കുട്ടി മരിച്ചത് നമ്മൾ കേട്ടതാണ്. കുട്ടിയുടെ അച്ഛന്റെ ബ്രദർ തന്നെയാണ് കുട്ടീനെ പീഡിപ്പിച്ചത്. അപ്പൊ അതൊക്കെ അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ കുട്ടീനെ ഉപദ്രവിക്കണത് കുറച്ച് കൂടിയ കേസാണ്. കുട്ടിക്ക് സഹായം നൽകി വരുന്ന ഏതെങ്കിലും സ്ഥാപനത്തിന്റെ ഉടമയോ ഭരണനിർവഹണത്തിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനോ ജീവനക്കാരനോ കുട്ടിയെ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തിന് വിധേയമാകുന്നത് നമുക്ക് അറിയേണ്ട കാര്യമാണ്. കുട്ടി വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന കുട്ടിയുടെ മേൽ അധികാരമുള്ള ഒരാൾ ഒരു സ്ഥാപനത്തിലോ കുട്ടിയുടെ വീട്ടിലോ മറ്റെവിടെയെങ്കിലും വെച്ച് കുട്ടിയെ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തിന് വിധേയമാകുന്നത് ആ കുട്ടിയുടെ വിശ്വാസം പിടിച്ചു പറ്റിക്കൊണ്ട് ആ കുട്ടീനെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുന്നത്. ഒരു കുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ലൈംഗിക കടന്നുകയറ്റത്തിലൂടെ ആക്രമണത്തിന് വിധേയമാക്കുന്നത്. ഒരാൾ കുട്ടിയെ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെ ആക്രമണത്തിന് വിധേയമാകുകയും കൊലപാതകം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഇതൊന്നുമില്ല. ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. സാഹചര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. വർഗീയ വിഭാഗീയമായ ലഹളകളുടെ ഭാഗമായി ഏതെങ്കിലും പ്രകൃതി ദുരത്തിന്റെ സമയത്ത് ഒരു കുട്ടിയെ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തിന് വിധേയമാക്കുന്നു. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കുട്ടി എന്തെങ്കിലും പ്രകൃതി ദുരന്തമൊക്കെ വന്നിട്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടീനെ ഉപദ്രവിക്കണത് ശരിയല്ലല്ലോ. അല്ലെങ്കിൽ ഒരു കുട്ടീനെ ഉപദ്രവിക്കുന്നത് ശരിയല്ല. ഈ ഒരു അവസ്ഥ ആ കുട്ടി ഒന്നും കൂടി മാനസികമായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കാം ആ സമയത്തൊക്കെ ഉപദ്രവിക്കണത്. ഒരാൾ ഒരു കുട്ടിയുടെ മേൽ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള അതിക്രമം നടത്തുകയും ഈ നിയമപ്രകാരവും നിലവിലുള്ള മറ്റേതെങ്കിലും നിയമപ്രകാരം ഏതെങ്കിലും ലൈംഗിക കുറ്റകൃത്യത്തിന് ആ വ്യക്തി മുന്നേ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടികളെ ഉപദ്രവിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അറിയാലോ, മാനസിക രോഗമായിരിക്കും ഇത്. ഒരാൾ ഒരു കുട്ടിക്ക് നേരെ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം നടത്തുകയോ കുട്ടിയെ പൊതുസ്ഥലത്ത് നഗ്നരായി കിടത്തുന്നത്. ഓക്കെ, അപ്പൊ കുട്ടീനെ പൊതുസ്ഥലത്ത് അവരുടെ ഒരു പ്രൈവസി മാനിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. അപ്പൊ ആ കുട്ടീനെ അങ്ങനെ നഗ്നരായിട്ടൊന്നും കിടത്താനൊന്നും പാടില്ല. ഇതിനെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? തീവ്രമായ ലൈംഗിക കടന്നുകയറ്റത്തിനുള്ള ആക്രമണം എന്ന് പറയാം. ഇതിന്റെ ശിക്ഷയെ പറ്റി പറയുന്ന സെഷനാണ് സെഷൻ 6. നേരത്തെ നമ്മൾ പറഞ്ഞത് അത്ര തീവ്രമായിട്ടുള്ളതല്ല, ലൈംഗിക കടന്നുകയറ്റാണ്. ആ കുട്ടിക്ക് ചെയ്യണത് തെറ്റാണ്. നമ്മൾ പറഞ്ഞു 10 വർഷത്തിൽ കുറയാത്ത തടവ് കിട്ടും, അതേപോലെ തന്നെ ജീവപര്യന്തം തടവ് കിട്ടും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈ 16 വയസ്സിൽ താഴെയുള്ള കുട്ടിയാണെങ്കിൽ 20 വർഷത്തിൽ കുറയാത്ത കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ പഴയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. ഇത് തീവ്രമായ ലൈംഗിക കടന്നുകയറ്റത്തിനെ പറ്റിയുള്ള ശിക്ഷ പറയുന്നത് സെഷൻ 6. 2019 പോക്സോ നിയമ ഭേദഗതി പ്രകാരം സെഷൻ 6 ഭേദഗതി വരുത്തുകയും തീവ്രമായ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം ചെയ്യുന്ന വ്യക്തിക്കുള്ള ശിക്ഷകളിൽ മാറ്റം വരുത്തുകയും ചെയ്തു. അതായത് അവർ ചെയ്യണ കുറ്റകൃത്യത്തിന് അനുസരിച്ച് ശിക്ഷയിൽ മാറ്റം വരുത്തി. സെഷൻ 6(1) പ്രകാരം, ഇത് 2019 നിയമപ്രകാരമാണ് കേട്ടോ. അതിനുള്ള ശിക്ഷ 20 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്ന കഠിന തടവും പിഴ ശിക്ഷയും അല്ലെങ്കിൽ വധശിക്ഷ കേട്ടോ. പരമാവധി വധശിക്ഷ വരെ കൊടുക്കാം. ഈ തീവ്രമായി കടന്നുകയറ്റം ഈ 6(1) പ്രകാരം എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നോക്കും. എന്നിട്ട് കുറഞ്ഞത് 20 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്ന തടവ് ശിക്ഷ വരെ കിട്ടും. അതേപോലെ പിഴ ശിക്ഷയും കിട്ടും, അല്ലെങ്കിൽ മാക്സിമം വധശിക്ഷ വരെ കൊടുക്കാൻ പറ്റാവുന്ന കുറ്റാണ്. സെഷൻ 6(2) പ്രകാരം ചുമത്തപ്പെട്ട പിഴ ഇരയുടെ ചികിത്സാ ചെലവുകൾക്കും പുനരധിവാസത്തിനും നൽകണം. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. 2012 പോക്സോ ആക്ട് നിലവിൽ വന്ന സമയത്ത് തീവ്രമായ ലൈംഗിക കടന്നുകയറ്റത്തിനുള്ള ആക്രമണം ചെയ്യുന്നതിനുള്ള വ്യക്തിക്ക് അന്ന് കുറഞ്ഞ ശിക്ഷ 10 വർഷത്തിൽ കുറയാത്ത കഠിന തടവായിരുന്നു. കൂടിയത് ശിക്ഷ ജീവപര്യന്തം തടവായിരുന്നു, പിന്നെ പിഴയാണ്. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ 2019 അമെന്റ്മെന്റ് പ്രകാരം കുറഞ്ഞത് അത് 20 ആക്കിയിട്ടുണ്ട്, കൂടിയത് അത് വധശിക്ഷ വരെ ആക്കിയിട്ടുണ്ട്. അതാണ് ഈ അമെന്റ്മെന്റിൽ വന്നൊരു മാറ്റം എന്ന് പറയുന്നത്. ഇങ്ങനെ തീവ്രമായ തെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ ശിക്ഷ 20 വർഷത്തിൽ കുറയാത്തതുമായിട്ടുണ്ട്, കൂടിയത് വധശിക്ഷ വരെ പറ്റാവുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ആ ചെയ്ത കുറ്റകൃത്യത്തിന് അനുസരിച്ചാണ് ശിക്ഷ കിട്ടുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സെക്ഷൻ 4 പ്രകാരമുള്ള ശിക്ഷയൊക്കെ നമ്മൾ പറഞ്ഞു. ആ ശിക്ഷയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, മുന്നത്തെയും ഇപ്പോഴത്തെയും.
ഇനി ലൈംഗിക ആക്രമണം. ലൈംഗിക ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട സെഷൻ ചോദിച്ചാൽ സെഷൻ 7 ഈ സെഷൻ പ്രകാരം ലൈംഗിക ചിന്തയോടെ കുട്ടിയുടെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുക അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് തങ്ങളുടെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയോ സ്പർശിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നത് ലൈംഗിക അതിക്രമണമാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു ലൈംഗിക ചിന്തയോടുകൂടി ആ കുട്ടിയുടെ ഇന്റിമേറ്റ് ഏരിയയിൽ തൊടുക, അതേപോലെ തന്നെ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ തൊടാനായിട്ട് പ്രേരിപ്പിക്കുക, അതൊക്കെ ലൈംഗിക അതിക്രമണമാണ്. ഈ സെഷൻ 8 പ്രകാരം 3 വർഷം വരെ 3 മുതൽ 5 വർഷം വരെ തടവും പിഴയാണ് കിട്ടുക. ഓക്കെ, ഈ സെഷൻ 8 എന്ന് പറയണത് സെഷൻ 8 പ്രകാരമുള്ള തെറ്റിന് ഉള്ള ശിക്ഷ 3 മുതൽ 5 വർഷം വരെ തടവും ശിക്ഷയും പിഴയാണ് കേട്ടോ. സെഷൻ 5 പറയുന്ന ഏതെങ്കിലും ആളുകളോ, അതാണ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ കുറെ ആളുകളില്ലേ ഈ പ്രൊട്ടക്ട് ചെയ്യാൻ കടപ്പെട്ട ആൾക്കാർ തന്നെ, അവരോ അല്ലെങ്കിൽ അതിൽ പറയുന്ന പ്രകാരമുള്ള പ്രവർത്തനങ്ങളോ ചെയ്തുകൊണ്ട് ഒരു കുട്ടിയെ ലൈംഗികമായി അതിക്രമിച്ചാൽ അതിനെ തീവ്രമായ ലൈംഗിക അതിക്രമമായി കാണാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അത് സെഷൻ 5 വരുന്ന കാര്യങ്ങളാണ്. തീവ്രമായിട്ടുള്ള ലൈംഗിക അതിക്രമം ചെയ്യുന്ന വ്യക്തികൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കടപ്പെട്ടവർ തന്നെ ചെയ്യണത്, പോലീസ് ഓഫീസേഴ്സ് ചെയ്യണത്, പിന്നെ ആ കുട്ടിക്ക് വല്ല HIV പോലെയുള്ള അസുഖങ്ങൾ വരുന്നത് ആ കുട്ടിക്ക് ശാശ്വതമായിട്ടായിരിക്കാം അല്ലെങ്കിൽ താൽക്കാലികമായിട്ടാവാം ആ കുട്ടിയുടെ ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കണത്, ഗർഭിണിയാക്കണത്, പിന്നെ മാരകമായി എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് ഉപദ്രവിക്കണത്, അതൊക്കെ അതിന്റെ അണ്ടറിൽ വരണതാണ്. നമ്മൾ പറഞ്ഞതാണ്, ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ഇനി സെക്ഷൽ ഹരാസ്മെന്റുമായിട്ടുള്ള സെഷനാണ് 11. അതായത് ഒരാൾ ഒരു കുട്ടിയെ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കി എന്ന് കരുതാവുന്ന സാഹചര്യങ്ങളാണ് പറയണത്. ഇതൊന്നും എന്താ പറയാ, ഈ കുട്ടീനെ തൊട്ടിട്ടില്ലെങ്കിലും വേറെ രീതിയിൽ സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്യാന്നുള്ള രീതിയിൽ ചെയ്യാം. ലൈംഗിക പീഡനമായിട്ട് പറയുന്ന സെഷനാണ് സെഷൻ 11. നമ്മളിപ്പോ പറഞ്ഞതിൽ കൂടുതൽ സ്പർശിച്ച് ആ കുട്ടിക്ക് നേരെ ശരിക്കും അതിക്രമം ചെയ്യണതാണ്. ഇത് അല്ലാണ്ട് തന്നെയുള്ള സെക്ഷൽ ഹരാസ്മെന്റിന്റെ അണ്ടറിൽ വരണതാണ്. ഒരാൾ ഒരു കുട്ടിയെ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കി എന്ന് കരുതാവുന്ന സാഹചര്യങ്ങളാണ് കുട്ടി കേൾക്കണമെന്ന ഉദ്ദേശത്തോടെ ലൈംഗിക ചുവയുള്ള എന്തെങ്കിലും ശബ്ദം പുറപ്പെടുവിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, കുട്ടി കാണണമെന്ന ഉദ്ദേശത്തോടെ എന്തെങ്കിലും ആംഗ്യമോ ശരീരഭാഗമോ വസ്തുവോ സാധനോ ഒക്കെ കൊടുക്കാം, ഈ എന്തെങ്കിലും പൊട്ട വീഡിയോസോ അല്ലെങ്കിൽ ബുക്സോ അങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെ കൊടുക്കണത്, അല്ലെങ്കിൽ എന്തെങ്കിലും ആംഗ്യം കാണിക്കുക, ഇതൊക്കെ ഇതിന്റെ അണ്ടറിൽ തെറ്റാണ് കേട്ടോ. കുട്ടിയെ കൊണ്ട് തന്റെ ശരീരമോ ശരീരഭാഗമോ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുക, അശ്ലീലതയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒരു വസ്തുക്കൾ കുട്ടിയെ കാണിക്കുക, ഇതൊക്കെ ഈ കുട്ടീനെ തൊട്ടിട്ട് സ്പർശനം മൂലം അല്ലെങ്കിലും ഇതൊക്കെ ലൈംഗിക ഇതിന്റെ അണ്ടറിൽ വരണതാണ്, പോക്സോയുടെ അണ്ടറിൽ വരണതാണ്. നേരിട്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാധ്യമം മുഖേനയോ സ്ഥിരമായ ഒരു കുട്ടിയെ പിന്തുടരുകയോ നിരീക്ഷിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്യും. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, സ്റ്റേറ്റ്മെന്റ് ഇട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. നേരിട്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ സ്ഥിരമായിട്ട് ഒരു കുട്ടീനെ പിന്തുടർന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. ഇലക്ട്രോണിക് മീഡിയം ഉപയോഗിച്ച് ഒരു കുട്ടിയുടെ യഥാർത്ഥമോ കെട്ടിച്ചമച്ചതോ ആയ ലൈംഗിക പ്രവർത്തികളോ ശരീരഭാഗങ്ങളോ ഉപയോഗിക്കുമെന്ന് കൊച്ചിനെ ഭീഷണിപ്പെടുത്തുക, അശ്ലീല കാര്യങ്ങൾക്കായി ഒരു കുട്ടിയെ വശീകരിക്കുകയോ അതിനായി പാരിതോഷികം നൽകുകയോ ചെയ്യുക, ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരാന്നൊക്കെ പറഞ്ഞ് വശീകരിക്കണതൊക്കെ ഇത് പ്രകാരം തെറ്റാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ 3 വർഷം വരെ ആകാവുന്ന തടവും പിഴയൊക്കെ കിട്ടും. ഓക്കെ, അശ്ലീല കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടിയെ ഉപയോഗിക്കുന്നത്, കുട്ടിയെ അശ്ലീല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതും അതിനുള്ള ശിക്ഷയും. അശ്ലീല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട സെഷൻ 13 പറ്റുന്ന ഒരു സെഷൻ പഠിച്ചാൽ മതി, അല്ലാത്തൊരു ആശയം പഠിക്കാം. ലൈംഗിക സംതൃപ്തിക്കായി ഏതെങ്കിലും തരത്തിലുള്ള മാധ്യമങ്ങളിൽ ടെലിവിഷൻ ചാനലുകളോ ഇന്റർനെറ്റോ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് രൂപ അച്ചടി മാധ്യമങ്ങളോ പരസ്യങ്ങളോ ഒക്കെ ആയിട്ട് കുട്ടിയെ ഉപയോഗിക്കുന്നത്, കുട്ടിയുടെ ഏതെങ്കിലും ഒക്കെ പ്രൈവറ്റ് ഏരിയാസ് ആയിരിക്കാം, ശരീരഭാഗങ്ങളായിരിക്കാം, അതൊക്കെ ഈ മാധ്യമങ്ങളിൽ കൂടെ ഈ കാണിക്കണതൊക്കെ ഇതിന്റെ അണ്ടറിൽ തെറ്റാണ് കേട്ടോ. കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടുണ്ടാവും, യൂട്യൂബിലൊക്കെ ഹൈഡ് ചെയ്തിടും. കുട്ടിയുടെ ഡ്രസ്സില്ലാത്തൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പാടില്ല, ഫോട്ടോസും ഇതൊക്കെ, അത് കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഇതുണ്ട്. യാഥാർത്ഥ്യമായോ കൃത്രിമമായോ ലൈംഗിക കൃത്യങ്ങളിൽ ഏർപ്പെടാൻ ഒരു കുട്ടിയെ ഉപയോഗിക്കുന്നത്, അസഭ്യമായോ അശ്ലീലമായോ രീതിയിൽ കുട്ടിയെ പ്രദർശിപ്പിക്കുന്നത്,
ഇതൊക്കെ ഞാൻ പറഞ്ഞതിന്റെ അണ്ടറിൽ വരണതാണ്. ഇത്തരത്തിൽ കുട്ടികളെ അശ്ലീല കാര്യങ്ങളായി ഉപയോഗിച്ച ഒരു വ്യക്തി കുറ്റക്കാരനായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യൂട്യൂബിലായാലും അങ്ങനെയുള്ള വീഡിയോസിലൊന്നും കുട്ടീനെ, ചെറിയ കുട്ടിയാണെങ്കിൽ കൂടി ഡ്രസ്സിലാണ് കാണിക്കാൻ പാടില്ല എന്നാണ്. പ്രത്യേകിച്ച് പ്രൈവറ്റ് ഏരിയസ് കാണിക്കാൻ പാടില്ല. അശ്ലീല കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടിയെ ഉപയോഗിക്കുന്നവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെഷൻ 14 കേട്ടോ. കുറച്ച് അധികം പോയി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഒരു ക്വസ്റ്റ്യൻ വായിക്കാം, നിങ്ങൾ എന്റെ ആൻസർ പറയണേ. ഇത് ബിവറേജ് LDക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2023 ബിവറേജ് LDക്ക് വരണതാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന കേട്ടോ. കുട്ടികൾക്കെതിരായിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരും. ശരിയോ തെറ്റോ? കുട്ടികൾക്കെതിരായിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും പോക്സോ നിയമത്തിന്റെ അണ്ടറിൽ വരും. അത് തെറ്റാണ് അല്ലെ? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ടീച്ചർമാര് കുട്ടീനൊക്കെ തല്ലണതൊന്നും പോക്സോയുടെ അണ്ടറിൽ വരണ കാര്യമൊന്നുമല്ല. പോക്സോയുടെ അണ്ടറിൽ വരണത് എപ്പോഴും സെക്ഷലി ആയിട്ടുള്ള ഒഫൻസുകൾക്കെതിരെയാണ്. കുട്ടികൾക്കെതിരെയുള്ള സെക്ഷൽ ഒഫൻസുകൾക്ക് മാത്രമാണ് വരുള്ളൂ. അടുത്ത സ്റ്റേറ്റ്മെന്റ്, കുട്ടികൾക്കെതിരായുള്ള ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് പോക്സോ നിയമപ്രകാരം കുറ്റകരമാണ്. അത് ശരിയാണോ? ആ പറയൂ, ബാക്കിയുള്ളവർ പറയേ. അത് കുറ്റാണ് കേട്ടോ. പോക്സോ നിയമപ്രകാരം നമ്മൾ അറിഞ്ഞു ഒരു പോക്സോ കേസ് നടന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ അത് നമ്മളും കൂടി അതില് എന്താ പറയാ, അതിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള രീതിയിലേക്ക് നിയമം മാറും. അതാണ് ഈ പറയണേ, ഈ സ്കൂളിലൊക്കെ കൗൺസിലിംഗ് ഒക്കെ നടത്തി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് ലൈംഗിക അതിക്രമങ്ങളൊക്കെ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ, പോലീസിനെയൊക്കെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം ആ സ്കൂളുകാർക്ക് ഉണ്ട്. അത് അറിയിച്ചില്ലാണ്ട് മറച്ചു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരും കൂടി ആ കേസിൽ പെടും. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി. ഇത് LDCക്ക് ചോദിച്ചതാണ്. പറയ്, ആൻസർ പറയ്. എത്ര വയസ്സാണ്? ഓക്കെ, ഇനി ഇത് തന്നെ വേറെ രീതിയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പറയാം. ഇത് VFAയിൽ ചോദിച്ചതാണ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റില് 2023 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമം 2012 പ്രകാരം കുട്ടി എന്ന് വെച്ചാൽ ആരാണെന്ന് കേട്ടോ. ഓപ്ഷൻ എ 18 വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തി. ശരിയാണോ? അടുത്ത ഓപ്ഷൻ 16 വയസ്സിൽ താഴെയുള്ള വ്യക്തി. 16 വയസ്സിൽ താഴെയുള്ള വ്യക്തിയാണോ? ഫോൾസ് ആണ് അല്ലെ. ഇനി 18 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടി. 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടി. അടുത്ത ഓപ്ഷൻ ഡി 15 വയസ്സിൽ താഴെയുള്ള വ്യക്തി. 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടി പോക്സോ നിയമത്തിന്റെ അണ്ടറിൽ എന്തെങ്കിലും അങ്ങനെ സെക്ഷലി കുറ്റകൃത്യം നടന്നാൽ വരും. പക്ഷെ ഇവിടെ ആൺ പെൺ വ്യത്യാസം ഇല്ല. ഓപ്ഷനിൽ 18 വയസ്സിൽ താഴെയുള്ള വ്യക്തിയെന്നും ഉണ്ട്, 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയെന്നും ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ചിലപ്പോ 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയും പോക്സോ നിയമത്തിന്റെ അണ്ടറിൽ വരും, അല്ലെങ്കിൽ 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരും എന്ന് ചിലപ്പോൾ ഓപ്ഷനിൽ കണ്ടു കഴിഞ്ഞാൽ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ആൺകുട്ടിയും പെൺകുട്ടിയും ഇതിന്റെ അണ്ടറിൽ വരും. നോക്കി ചെയ്യാം കേട്ടാ. 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തി, അത് ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും ഈ പോക്സോയുടെ അണ്ടറിൽ
നിയമം ബാധകമാണ് കുട്ടിക്ക്. സെഷൻ 15 കുട്ടികളുടെ ഏതെങ്കിലും രൂപത്തിലുള്ള അശ്ലീല സാമഗ്രികൾ അത് ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ നിയുക്ത അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യാനോ തയ്യാറാവാതെ പങ്കിടുന്നതിനോ കൈമാറ്റുന്നതിനോ വേണ്ടി സൂക്ഷിക്കുകയോ കൈവശം ചെയ്യുന്ന വ്യക്തിക്ക് ഏതൊരു വ്യക്തിക്കും, അതായത് ഈ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വീഡിയോസ്, അങ്ങനെ ഫോട്ടോസ്, അങ്ങനെയുള്ള സാധനങ്ങൾ ശരിക്കും നശിപ്പിച്ചു കളയേണ്ടതാണ്. അതൊന്നും റിപ്പോർട്ട് ചെയ്യാണ്ട് അത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് അത് കണ്ട് രസിക്കുക, അങ്ങനെയുള്ള വ്യക്തിക്ക് കിട്ടുന്ന ശിക്ഷ 5000 രൂപയിൽ കുറയാത്ത പിഴയും, രണ്ടാമത്തേതോ തുടർന്നോ ആയ കുറ്റം ചെയ്യുന്ന പക്ഷം 10000 രൂപയിൽ കുറയാത്ത പിഴയും ശിക്ഷയിൽ ലഭിക്കാം. അതായത് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു ശിക്ഷ, ഇങ്ങനെ ഒരു ഈ കുട്ടികളെ സംബന്ധിച്ച് എന്തെങ്കിലും അശ്ലീല വീഡിയോസ് ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്തു ആദ്യത്തെ വട്ടം കണ്ട് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 5000 രൂപയാണ് പിഴ. 5000 രൂപയിൽ കുറയാത്ത പിഴ. പിന്നെയും ഇതേ സംഭവത്തിന് തന്നെ പിന്നെയും പോലീസ് കേസ് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ തുടർന്നുള്ള കുറ്റത്തിന് 10000 രൂപ പിഴയായിട്ട് കിട്ടും. റിപ്പോർട്ട് ചെയ്യുന്നതിനോ കോടതിയിൽ തെളിവായി ഉപയോഗിക്കുന്നതിനോ ഒഴികെ കൈമാറ്റുന്നതിനോ പ്രചരിപ്പിക്കുന്നതിനോ പ്രദർശിപ്പിക്കുന്നതിനോ വിതരണം ചെയ്യുന്നതിനോ വേണ്ടി ഒരു കുട്ടി ഉൾപ്പെടുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള അശ്ലീല സാമഗ്രികൾ സൂക്ഷിക്കുകയോ കൈവശം വെക്കുകയോ ചെയ്യുന്ന ഒരു ഏതു വ്യക്തിക്കും 3 വർഷം വരെ ആകാവുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ കിട്ടും. അപ്പോ ഈ കുട്ടികളുടെ എന്തെങ്കിലും കുട്ടികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വീഡിയോസ്, അശ്ലീലമായിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ആകെ റിപ്പോർട്ട് ചെയ്യാനുള്ള പർപ്പസ്, അതേപോലെ കോടതിയിൽ തെളിവായിട്ട് ഉപയോഗിക്കാം. ഇതിന് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അത് കൈമാറുക, പ്രചരിപ്പിക്കുക, പ്രദർശിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്, അല്ലെങ്കിൽ അത് കൈവശം സൂക്ഷിക്കുകയോ അത് കണ്ടാൽ കൂടി കിട്ടാവുന്ന ശിക്ഷ 3 വർഷം വരെ ആകുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ കിട്ടും. ഓക്കെ. ഇനി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നടപടിക്രമമാണ് കുറ്റകൃത്യങ്ങളുടെ റിപ്പോർട്ടിംഗ്. കുറ്റകൃത്യങ്ങളുടെ റിപ്പോർട്ടിംഗുമായി ബന്ധപ്പെട്ട സെഷൻ 19. ഒരു വ്യക്തിക്ക്, ഒരു കുട്ടി അടക്കം ഈ നിയമപ്രകാരമുള്ള കുറ്റകൃത്യം നടക്കാൻ സാധ്യതയുണ്ടെന്ന് ആശങ്കയുണ്ടെങ്കിലോ അത്തരം കുറ്റകൃത്യം നടന്നു എന്ന് അറിവുണ്ടെങ്കിലോ അയാൾ അത്തരം വിവരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് അല്ലെങ്കിൽ ലോക്കൽ പോലീസിനൊക്കെ നൽകണം. ഓക്കെ. അപ്പൊ അത് കുട്ടിയാണെങ്കിൽ കൂടി, ഇപ്പൊ 2 കുട്ടികളൊക്കെ ഉള്ള വീടായിരിക്കാം മേ ബി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അനീതിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് ചേച്ചി അറിയാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആ കുട്ടിക്ക് ഇതുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അടക്കം ഈ പറഞ്ഞ ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് പറയണത്. ഒരു വ്യക്തിക്ക്, കുട്ടിക്ക് അടക്കം ഈ നിയമപ്രകാരമുള്ള കുറ്റകൃത്യം നടക്കാൻ സാധ്യതയുണ്ടെന്ന് പേടിയുണ്ടെങ്കിലോ ആശങ്കയുണ്ടെങ്കിലോ അത്തരം കുറ്റകൃത്യം നടന്നു എന്ന് അറിവുണ്ടെങ്കിലോ അയാൾ അത്തരം വിവരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനെയും ലോക്കൽ പോലീസിനെയും നൽകേണ്ടതാണ്. അപ്പൊ നമ്മുടെ പരിസരത്തായാലും പോക്സോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടണമെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഇനി നമ്മളത് അറിഞ്ഞിട്ടും കണ്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് തെറ്റാണെന്നാണ് പറയണത്. നിയമ നടപടികൾ നേരിടേണ്ടി വരും. ഈ നിയമപ്രകാരം നൽകുന്ന റിപ്പോർട്ട് രേഖാമൂലമാക്കണം, എൻട്രി നമ്പർ നൽകുകയും വേണം. അതായത് നമ്മളിപ്പോ ഒരു പോക്സോ കേസ് ഇങ്ങനെ നടന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ പോലീസിൽ എത്തിച്ചു കഴിഞ്ഞാൽ, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിലോ ലോക്കൽ പോലീസിനോ അവിടെ അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിയമപ്രകാരം നൽകുന്ന റിപ്പോർട്ട് എന്ത് ചെയ്യണം, രേഖാമൂലമാക്കണം, എൻട്രി നമ്പർ ഒക്കെ കൊടുക്കുകയും വേണം, നൽകുകയും വേണം. വിവരം നൽകിയ ആളിനെ എന്തിട്ടാണ് എഴുതി പിടിപ്പിച്ചതെന്ന് വായിച്ചു കേൾപ്പിക്കണം. പോലീസ് യൂണിറ്റ് വെച്ചിട്ടുള്ള അവരുടെ ബുക്കിലും ഇത് രേഖപ്പെടുത്തണം. ഇനി ഒരു കുട്ടിയാണ് പരാതി നൽകുന്നതെങ്കിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ ഇത് എന്താ എഴുതിയേക്കണെന്നൊന്നും മനസ്സിലായിക്കോളന്നില്ല. അപ്പൊ ഒരു കുട്ടിയാണ് പരാതി നൽകിയതെങ്കിൽ അത് രേഖാമൂലമാകേണ്ടതിന് കുട്ടിക്ക് അതിന്റെ ഉള്ളടക്കം മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായ ഭാഷയിലായിരിക്കണം. അപ്പൊ ലളിതമായ ഭാഷയിൽ ആ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത് പറഞ്ഞു കൊടുക്കണം, എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്ന്. കുട്ടിയാണ് പരാതി നൽകുന്നതെന്നുണ്ടെങ്കിൽ കടുകട്ടി സാധനങ്ങളൊന്നും കുട്ടിക്ക് ചിലപ്പോൾ മനസ്സിലായിക്കോണമെന്നില്ല. ഇനി ഉള്ളടക്കം രേഖപ്പെടുത്തുന്നത് കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷയിലോ ഗ്രഹിക്കാൻ കഴിയാത്ത രീതിയിലോ ആണെങ്കിൽ കുട്ടിയുടെ ആവശ്യത്തിനായി നിഷ്കർഷിക്കപ്പെട്ട ഫീസ് നൽകിക്കൊണ്ട് യോഗ്യതയും പ്രവൃത്തി പരിചയമുള്ള വിവർത്തകരെ ദ്വിഭാഷയെ കുട്ടിക്ക് ലഭ്യമാക്കേണ്ടതാണ്. അങ്ങനെയും ഒരു ക്ലോസ് ഉണ്ട്. അതായത് ഇപ്പൊ ഈ കുട്ടിക്ക് ഇപ്പൊ ഇംഗ്ലീഷിലാണ് എഴുതിയേക്കണം, അല്ലെങ്കിൽ കുട്ടിക്ക് മനസ്സിലാകാൻ പറ്റാത്ത ഭാഷയിലാണ് അതിൽ ഉള്ളടക്കം എഴുതിയെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ അത് പറഞ്ഞു മനസ്സിലാക്കാൻ ആവശ്യമെങ്കിൽ യോഗ്യതയും പ്രവൃത്തി പരിചയമുള്ള ഒരു ട്രാൻസ്ലേറ്ററിനെ വെക്കണതിന് ഒരു കുഴപ്പമില്ല. ഇതിപ്പോ വേറെ ഇപ്പൊ മലയാളം അറിയില്ലാത്തൊരു കുട്ടിയാണ്, ഇപ്പൊ അന്യസംസ്ഥാന തൊഴിലാളികളുടെ പല കുട്ടികളാണ്, മലയാളം അറിയില്ല, അങ്ങനെയാണ് അവരുടെ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്
ആൾക്കാരെ വെക്കാം. അതൊക്കെയാണ് ഈ ഉദ്ദേശിക്കുന്നത്. സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനോ ലോക്കൽ പോലീസിനോ കുറ്റകൃത്യത്തിന് ഇരയായ കുട്ടിക്ക് പരിചരണവും സംരക്ഷണവും ആവശ്യമാണെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം അതിനുള്ള കാരണങ്ങൾ രേഖപ്പെടുത്തി കുട്ടിക്ക് സംരക്ഷണവും പരിചരണവും കുട്ടിയെ ഷെൽട്ടർ ഹോമിൽ ആക്കുന്നതിനോ അല്ലെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും അടക്കം അടിയന്തരമായി നൽകാനുള്ള നടപടികൾ കേസ് റിപ്പോർട്ട് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ സ്വീകരിക്കണം. അപ്പം ഈ കുട്ടിക്ക് ഒരു കുട്ടി ഇങ്ങനെ ഒരു ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്ന് മനസ്സിലായി, പോലീസുകാർക്ക് മനസ്സിലായി. അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മതിയായ സംരക്ഷണവും അല്ലെങ്കിൽ പരിചരണവും ഷെൽട്ടർ ഹോം ഒക്കെ വേണം, അല്ലെങ്കിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണം എന്ന് അടിയന്തരം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കേസ് റിപ്പോർട്ട് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ ആ കുട്ടിക്ക് ഷെൽട്ടർ ഹോം വേണമെങ്കിൽ ഷെൽട്ടർ ഹോം അറേഞ്ച് ചെയ്ത് കൊടുക്കണം, ചികിത്സ വേണമെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ എന്റെ പരിചരണം എന്താണ് ആവശ്യം ആ കുട്ടിയുടെ നീഡ് അനുസരിച്ച് എമർജൻസി ആയിട്ട് അത് 24 മണിക്കൂറിനുള്ളിൽ കേസ് റിപ്പോർട്ട് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ അത് സ്വീകരിക്കണം. ജുവനൈൽ പോലീസ് യൂണിറ്റ് അല്ലെങ്കിൽ ലോക്കൽ പോലീസ് തുടങ്ങിയവർ അനാവശ്യമായ കാലതാമസം വരുത്താതെ 24 മണിക്കൂറിനുള്ളിൽ വിഷയം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലും സ്പെഷ്യൽ കോടതിയിലും റിപ്പോർട്ട് ചെയ്യണം. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് അല്ലെങ്കിൽ ലോക്കൽ പോലീസ് ഇങ്ങനെ കാലതാമസം ഒന്നും വരുത്താതെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയാൽ ഇങ്ങനെ ഒരു പോക്സോ കേസ് നടന്നു എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ വിഷയം ആരെ അറിയിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലും അതേപോലെ സ്പെഷ്യൽ കോടതിയിലും റിപ്പോർട്ട് ചെയ്യണം. സ്പെഷ്യൽ കോടതി നിയോഗിച്ചിട്ടില്ലാത്ത പക്ഷം സെക്ഷൻസ് കോടതിക്ക് കുട്ടിക്ക് സംരക്ഷണവും പരിചരണവും നൽകേണ്ട ആവശ്യകതയെ സംബന്ധിച്ചും നടപടികളെ കുറിച്ചും റിപ്പോർട്ട് നൽകണം. ഈ പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ട് സ്പെഷ്യൽ കോടതികളെ വെക്കാനായിട്ട് അനുവാദമുണ്ട്. ഇനി സ്പെഷ്യൽ കോടതികൾ അവിടെ ഇല്ലെങ്കിൽ സെഷൻസ് കോടതി കുട്ടിക്ക് സംരക്ഷണവും പരിചരണവും ഒക്കെ നൽകണം. ഈ നിയമപ്രകാരമുള്ള ഏതെങ്കിലും കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് അത് സിവിൽ ആവാം ക്രിമിനൽ ആവാം സതുദ്ദേശത്തോടെ നൽകുന്ന വിവരങ്ങളിന്മേൽ ഒരു വ്യക്തിക്ക് ബാധ്യത ഉണ്ടായിരിക്കുന്നതല്ല. ഇപ്പൊ നമ്മുടെ ഒരു പോക്സോ കേസ് നടക്കണമെന്ന് അറിയിച്ചു, അതിന്റെ പിന്നെ ബാക്കി കോൺസിക്വൻസസ് ഒന്നും നമ്മൾ സത്യം പറഞ്ഞാൽ ബാധ്യത ഉണ്ടായിരിക്കില്ല എന്നാണ് നിയമത്തിൽ പറയണത്. ഓക്കെ, നമ്മൾ അറിയിക്കാനുള്ളത് അറിയിക്കുക. കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിലോ റെക്കോർഡ് ചെയ്യുന്നതിനോ വീഴ്ച വരുത്തി കഴിഞ്ഞാലുള്ള ശിക്ഷ, അതാണ് നമ്മൾ പറയണത്. അത് പറയണത് സെഷൻ 21 കുറ്റകൃത്യം നമ്മൾ അറിഞ്ഞിട്ടും അത് കണ്ടില്ലെന്ന് നടിച്ച് റിപ്പോർട്ട് ചെയ്യാതിരിക്കെ അത് റെക്കോർഡ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് പോലീസുകാരാണ്. റെക്കോർഡ് ചെയ്ത് വീഴ്ച വരുത്തിയതിലുള്ള ശിക്ഷ എന്താന്ന് പറയണത് കേട്ടോ. സെഷൻ 19-20 പ്രകാരം ഒരു കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യാൻ വീഴ്ച വരുത്തുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ 6 മാസം വരെയാകുന്ന തടവോ അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി. അതായത് ഇപ്പൊ നമ്മൾ പോക്സോ കേസ് നടന്നിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു, ഒരു കുട്ടിക്കെതിരെ അതിക്രമം നടന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു, നമ്മളത് ബന്ധപ്പെട്ട പോലീസിനൊന്നും അറിയിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് നമ്മുടെ അലംഭാവം കൊണ്ട് ഈ കുട്ടിക്ക് ഇങ്ങനെ അറിയിക്കാതിരുന്നത് നമുക്ക് അറിയാവുന്ന വിവരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോണ ശിക്ഷ 6 മാസം വരെ തടവ് കിട്ടാം, അല്ലെങ്കിൽ പിഴ കിട്ടാം, അല്ലെങ്കിൽ രണ്ടും കൂടി കിട്ടാം. ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിന്റെ ചുമതലയിൽ ഇരിക്കെ അയാളുടെ നിയന്ത്രണത്തിലുള്ള ഒരു കീഴുദ്യോഗസ്ഥൻ നടത്തിയ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യാൻ വീഴ്ച വരുത്തിയാൽ ലഭിക്കുന്ന ശിക്ഷ 1 വർഷം വരെ ആകാവുന്ന തടവ് ശിക്ഷയും പിഴയും. ഈ വ്യവസ്ഥകൾ ഈ നിയമപ്രകാരം ഒരു കുട്ടിക്ക് ബാധകമാവില്ല. കുട്ടികളാണ്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇപ്പൊ കുട്ടിക്ക് പോലും അങ്ങനെ ഒരു പോക്സോ കേസ് നടന്നു അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞാൽ കുട്ടിക്ക് പോലും ഇത് അറിയിക്കാൻ ഉത്തരവാദിത്തം ഉണ്ട്. പക്ഷെ കുട്ടിക്ക് കേസൊന്നും വരില്ല. കുട്ടികളാണ് അറിയിക്കാതിരുന്നേന്നുണ്ടെങ്കിൽ അവർക്ക് കേസ് വരില്ല. പകരം നമ്മളെ പോലെയുള്ളവര് അറിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ശിക്ഷ 6 മാസം വരെ തടവ് കിട്ടാം, അല്ലെങ്കിൽ പിഴ കിട്ടാം, അല്ലെങ്കിൽ രണ്ടും കൂടി കിട്ടാം. ഇനിയിപ്പോ ഒരു സ്കൂളിലാണ്, ഇപ്പൊ ഒരു സ്കൂളിൽ കൊച്ചിനെ കൗൺസിലിങ്ങിന് വിധേയമാക്കി, അപ്പൊ ആ കൊച്ച് കൗൺസിലിംഗ് ചെയ്ത അധ്യാപകനോട് അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്ത വ്യക്തിയോട് ഇങ്ങനെ ഒരു പോക്സോ കേസിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അത് സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കാവുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവിടുത്തെ അധികാരി, ഇപ്പൊ പ്രിൻസിപ്പൾ അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ ആൾക്ക് കിട്ടണ ശിക്ഷ എന്ന് പറയുന്നത് 1 വർഷം വരെ തടവ് വരെ ആകാവുന്ന തടവും പിഴയാണ്. അതാണ് ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിന്റെ ചുമതലയിൽ ഇരിക്കെ അയാളുടെ നിയന്ത്രണത്തിലുള്ള ഒരു കീഴുദ്യോഗസ്ഥൻ നടത്തിയ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യാൻ വീഴ്ച വരുത്തിയാൽ ലഭിക്കുന്നത്. ഒന്നെങ്കിൽ അത് ഒരു കാര്യം, പിന്നെ വേറൊരു കാര്യമാണ്, ഇപ്പൊ ഒരു സ്കൂളിൽ തന്നെ അവിടുത്തെ ഒരു അധ്യാപകൻ കുട്ടീനെ പീഡിപ്പിച്ചു, അപ്പൊ ആ സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്ന് പേടിച്ച് അവിടുത്തെ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ അധികാരപ്പെട്ട വ്യക്തികളോ മാനേജ്മെന്റ് ഇത് അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടാൻ പോണ ശിക്ഷ 1 വർഷം വരെ തടവും അതേപോലെ പിഴയും കിട്ടും. ഇനി ചിലര് ഇത്രയും ക്ലിയർ ആയോ?
ക്ലിയർ ആയോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഒരു കഥ പോലെ കേൾക്കുക, ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ കാര്യം കിട്ടും. കണ്ടന്റ് പഠിച്ചാൽ മതി, പറ്റണ ഒരു സെഷൻ പഠിച്ചാൽ മതി. പിന്നെ ഇങ്ങനെ ഓരോ കുറ്റങ്ങൾക്ക് ഇപ്പൊ അറിയിച്ചില്ലെങ്കിൽ നമുക്ക് എന്താ ശിക്ഷ? അപ്പൊ 6 മാസം തടവ് പിഴയും കിട്ടാം. ഇനി അവിടുത്തെ ഒരു മേലധികാരി കീഴുദ്യോഗസ്ഥൻ ചെയ്ത കുറ്റം അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താ ശിക്ഷ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി പോവാ. ക്ലിയർ ആയോ? ബാക്കിയുള്ളവരൊന്നും പറയണില്ലല്ലോ, മനസ്സിലാവാത്തോണ്ടാണോ? ക്ലിയർ ആയോ? അടുത്തേക്ക് പോട്ടെ. ഇച്ചിരി പാടുള്ള പോർഷനാണ് ഈ ഇമ്പോർട്ടന്റ് ആക്ട്. കുറെ വട്ടം വായിച്ചാലാണ് അതിലെ കണ്ടന്റ് ചിലപ്പോൾ കിട്ടിയെന്ന് വരുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്തത് എടുക്കാം. ഇനി ചിലവര് ഈ പറഞ്ഞ പോക്സോ കേസ്, ഈ പോക്സോ നിയമം മുതലെടുത്ത് ചിലവർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ വ്യാജ പരാതികൾ കൊടുക്കും. ഇപ്പൊ ഇഷ്ടമില്ലാത്ത ഒരാൾക്കെതിരെ ഒരു കുട്ടീനെ പിടിച്ച് പറഞ്ഞാൽ മതിയല്ലോ, ഇന്ന ആളെന്നെ പീഡിപ്പിച്ചു എന്ന് പറയാം. കൊച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പോക്സോയുടെ അണ്ടറിൽ വരുമല്ലോ. അപ്പൊ ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത അധ്യാപകനെതിരെയാവാം, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിക്കെതിരെയാവാം, ചിലപ്പോൾ വീട്ടുകാര് നിർബന്ധിച്ചിട്ടാവാം. അങ്ങനെ ഒരു കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ വ്യാജ വിവരങ്ങൾക്കും വ്യാജ പരാതികൾക്കും ഉള്ള ശിക്ഷ പറയുന്ന സെഷൻ 22. ആരെങ്കിലും അപമാനിക്കാനായി പോക്സോയിലെ വകുപ്പ് 3, 5, 7, 9 എന്നിവ പ്രകാരമുള്ള കുറ്റം ചെയ്തതായി വ്യാജ വിവരം നൽകുകയോ അപമാനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്ന വ്യക്തിക്കുള്ള ശിക്ഷ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 6 മാസം തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി കിട്ടാം. ഒന്നെങ്കിൽ 6 മാസം തടവ്, പിഴ, അല്ലെങ്കിൽ രണ്ടും കൂടി. ഇനി ചില സമയത്ത് ഒരു കുട്ടിയാണ് വ്യാജ വിവരം നൽകുന്ന ഒരു കുട്ടിയാണെങ്കിൽ, അതാണ് ഈ പോക്സോ കേസ് മിസ്യൂസ് ചെയ്യാന്നൊക്കെ പറയണത്. ഒരു കുട്ടിയാണ് ഇങ്ങനെ ഒരു വിവരം നൽകണമെന്നുണ്ടെങ്കിൽ ഒരു ശിക്ഷയും കുട്ടിക്ക് കൊടുക്കാൻ പാടില്ല. കാര്യം അത് ചെറുതാണല്ലോ. ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു കുട്ടീനെ ഒരാൾ ഉപദ്രവിച്ചു എന്ന് മുതിർന്നവര് പാരന്റ്സ് കള്ളക്കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറ്റാണ്. എന്നാ കുട്ടിയാണ് പരാതി കൊടുക്കണ, എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ കള്ളപ്പരാതിയാണെങ്കിൽ കുട്ടിക്കെതിരെ കേസെടുക്കാൻ ഉത്തരവാദിത്തം ഇല്ല. പാരന്റ്സോ അങ്ങനെ ബന്ധപ്പെട്ട മറ്റൊരാളെ അപകീർത്തിപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ച് മറ്റുള്ളവരെ പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കേസാവും. ഓക്കെ. ഇനി ഒരു മുതിർന്ന വ്യക്തി ഒരു കുട്ടിക്കെതിരെ വ്യാജ പരാതി നൽകുകയും അതിൻ പ്രകാരം ആ കുട്ടി ഈ നിയമപ്രകാരമുള്ള കുറ്റകൃത്യത്തിന് ഇരയാവുകയും ചെയ്താൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ 1 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. ഒരു മുതിർന്ന വ്യക്തി കുട്ടിക്കെതിരെയാണ് ഇതേപോലെ വ്യാജ പരാതി നൽകുകയും ചെയ്തതെന്നുണ്ടെങ്കിൽ അതിപ്രകാരം ഈ കുട്ടി നിയമപ്രകാരമുള്ള കുറ്റകൃത്യത്തിന് ഇരയാവുകയും ചെയ്ത, അതായത് ഒന്നുമില്ല, ഇപ്പൊ 18 വയസ്സിൽ താഴെയുള്ള ഒരു ആൺകുട്ടിയെ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒരു ആൺകുട്ടി, ആ ആൺകുട്ടി ഒരു +2 പഠിക്കുന്ന ഒരു ആൺകുട്ടി അത് ഒരു പെൺകുട്ടീനെ മിസ്യൂസ് ചെയ്തു എന്ന് വ്യാജമായിട്ട് കേസ് കൊടുത്താൽ, അതിപ്പോ ചിലപ്പോ അവര് തമ്മിൽ എന്തെങ്കിലും എഫ്ഐആർ ഉള്ളത് കൊണ്ടായിരിക്കാം പാരന്റ്സ് ചിലപ്പോ പരാതി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അവിടെ പരാതി കൊടുക്കുന്നത് ഒരു കുട്ടിക്കെതിരെയാണ്, അതായത് 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിക്കെതിരെയാണ് കൊടുക്കണത്. അങ്ങനെ പരാതി കൊടുത്ത എന്റെ മോളെ പീഡിപ്പിച്ചു എന്നൊക്കെ വ്യാജ കേസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷയാണ് ഈ പറയണത്. ഒരു മുതിർന്ന വ്യക്തി ഒരു കുട്ടിക്കെതിരെ വ്യാജ പരാതി നൽകുകയും അതിൻ പ്രകാരം ആ കുട്ടി ഈ നിയമപ്രകാരമുള്ള കുറ്റകൃത്യത്തിന് ഇരയാവുകയും ചെയ്ത ആ വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷയാണ് 1 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. ഇനി മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമം, പ്രൊസീജിയർ ഫോർ മീഡിയക്കാരുടെ കയ്യിൽ ഒരു പോക്സോ കേസ് കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം അവരത് ആഘോഷിക്കാറുണ്ട്. പക്ഷെ അവിടെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് പറയാൻ ഉത്തരവാദിത്തം പറയാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതാണ് ഈ പറയണത്. അപൂർണവും ആധികാരികവും അല്ലാത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കുട്ടിയുടെ അഭിമാനത്തിനും സ്വകാര്യതയ്ക്കും കോട്ടം വരുത്തുന്നതുമായ വിവരങ്ങൾ മാധ്യമങ്ങൾ വഴി പരസ്യപ്പെടുത്തരുത്. സത്യം പറഞ്ഞാൽ ആ കുട്ടിയുടെ ഒരു ഐഡന്റിറ്റിയും പുറത്തേക്ക് ലീക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് പറയണത്. പിന്നെ ഒരു തുമ്പും വാലും ഇല്ലാണ്ട്, ഒരു ആധികാരിക വിവരം ഇല്ലാണ്ട് ഇതൊന്നും പരസ്യപ്പെടുത്താനായിട്ട് പാടില്ല. ഇനി മാധ്യമത്തിലെ റിപ്പോർട്ടിലൂടെ കുട്ടിയെ തിരിച്ചറിയുന്ന തരത്തിൽ കുട്ടിയുടെ പേര്, വിലാസം, ഫോട്ടോ, കുടുംബ വിവരങ്ങൾ, സ്കൂള്, അയൽപ്പക്കങ്ങൾ അല്ലെങ്കിൽ കുട്ടിയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മറ്റു വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തിയാൽ കിട്ടുന്ന ശിക്ഷ 6 മാസം മുതൽ 1 വർഷം വരെ തടവ്, പിഴ അല്ലെങ്കിൽ രണ്ടും കൂടി.
അതുകൊണ്ടാണ് ഇപ്പൊ മീഡിയക്കാര് കുറച്ചും കൂടി ശ്രദ്ധിക്കണത്. പോക്സോ കേസിൽ അവര് ഒരു ഐഡന്റിറ്റിയും വെളിപ്പെടുത്തില്ല മാക്സിമം. അപ്പൊ അത് കാരണം അങ്ങനെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ കിട്ടും. അതുകൊണ്ട് തന്നെ നിയമത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. 6 മാസം മുതൽ 1 വർഷം വരെ തടവും പിഴയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, സ്ത്രീകളുടെ ഇതനുസരിച്ചായാലും ഇത് പറയാൻ പാടില്ല, അവരുടെ പേരും വെളിപ്പെടുത്താൻ പാടില്ല, അവരെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല എന്ന് നമുക്ക് അറിയണ കാര്യമാണ്. എന്നാൽ കേസ് വിചാരണ ചെയ്യുന്ന സ്പെഷ്യൽ കോടതിക്ക് കുട്ടിയുടെ താല്പര്യ പ്രകാരം അത്തരം വെളിപ്പെടുത്തൽ അനുവദിക്കുക. അതൊന്ന് നോട്ട് ചെയ്തോളൂ. അത് കുട്ടിയുടെ താല്പര്യ പ്രകാരം വേണമെങ്കിൽ ഇങ്ങനെ വെളിപ്പെടുത്തൽ അനുവദിക്കുക. അത് സ്പെഷ്യൽ കോടതിക്കാണ്. എന്തെങ്കിലുമൊക്കെ ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം മേ ബി കുട്ടി അങ്ങനെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് അത് സ്പെഷ്യൽ കോടതിക്ക് അത്തരം വെളിപ്പെടുത്തലുകൾ അനുവദിക്കാം. ഒരു പ്രസാധകനോ മാധ്യമത്തിന്റെ ഉടമയോ ഒറ്റയ്ക്കും കൂട്ടായും അവരുടെ ജീവനക്കാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കും വീഴ്ചകൾക്കും ബാധ്യസ്ഥരായിരിക്കും. ഇപ്പം ആ ന്യൂസ് ചാനല് അല്ലെങ്കിൽ ആ ഒരു മീഡിയയുടെ ആള് അതിന്റെ മെയിൻ ആള് ഇതൊന്നും അറിഞ്ഞില്ല. ആളുടെ അണ്ടറിൽ വർക്ക് ചെയ്യണ ഒരാള് ആൾക്കൊരു പ്രശസ്തി കിട്ടാനോ അല്ലെങ്കിൽ ഒന്ന് ഫേം കിട്ടാൻ വേണ്ടിയിട്ട് ആള് ഇങ്ങനെ ഒരു തെറ്റായ റിപ്പോർട്ടിങ്ങോ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആ താഴെയുള്ള ജോലിക്കാരാണ് അത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാനായിട്ട് അതിന്റെ ഉടമസ്ഥന് പറ്റില്ല. അതാണ് ഈ പറയണത്. ഒരു പ്രസാധകനോ മാധ്യമത്തിന്റെ ഉടമയോ ഒറ്റയ്ക്കും കൂട്ടായും അവരുടെ ജീവനക്കാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കും വീഴ്ചകൾക്കും ബാധ്യസ്ഥരായിരിക്കും. വർക്ക് ചെയ്യണ ലേബേഴ്സ്, കൂടെയുള്ള വർക്ക് ചെയ്യണ അവരാണ് ഇത് വെളിപ്പെടുത്തിയ അല്ലെങ്കിൽ ഇവരാണ് അത് ചെയ്തതെന്നും പറഞ്ഞിട്ടൊന്നും അതിന്റെ ഓണർക്ക് അതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ല. അത് അവരെയും കൂടി ബാധ്യസ്ഥരായിരിക്കും. ഇനി ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടിയുടെ മൊഴി എങ്ങനെയാ രേഖപ്പെടുത്തണേന്ന്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തലുമായിട്ട് ബന്ധപ്പെട്ട സെഷനാണ് സെഷൻ 24. അപ്പോ ഇതിലെല്ലാ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ OAക്കും ഇതിൽ നിന്ന് ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. 4 സ്റ്റേറ്റ്മെന്റിൽ 3 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് കൊടുത്തു, 1 സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് കൊടുത്തു. ഒരു കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വീട്ടിൽ വെച്ചോ സാധാരണയായി താമസിച്ചു വരുന്ന സ്ഥലത്ത് വെച്ചോ കുട്ടിക്ക് താല്പര്യമുള്ള സ്ഥലത്ത് വെച്ചോ കഴിയുന്നിടത്തോളം സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസർ റെക്കോർഡ് ചെയ്യണം. ഇമ്പോർട്ടന്റ് ആണ്. ഒന്നെങ്കിൽ വീട്ടിൽ വെച്ച് കൊച്ചിന്റെ മൊഴി എടുക്കാം, അല്ലെങ്കിൽ സാധാരണയായിട്ട് താമസിച്ചു വരുന്ന സ്ഥലത്ത് വെച്ചോ, അല്ലെങ്കിൽ കുട്ടിക്ക് താല്പര്യമുള്ള സ്ഥലത്ത് വെച്ച്, കുട്ടിക്ക് എവിടെയാണോ താല്പര്യമുള്ളത് ആ സ്ഥലത്ത് വെച്ചോ ഇത് ഒരു വനിതാ പോലീസ് ഓഫീസർ തന്നെ റെക്കോർഡ് ചെയ്യണം. അത് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസർ തന്നെ റെക്കോർഡ് ചെയ്യണമെന്ന് നിയമത്തിലുണ്ട് കേട്ടോ. ഇനി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷം യൂണിഫോം ധരിക്കാൻ പാടില്ല. അത് സ്റ്റേറ്റ്മെന്റിൽ കയറി വരണതാണ്. അവര് ഒരു സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസർ ആയിരിക്കണം കുട്ടിയുടെ മൊഴി എടുക്കേണ്ടത്. അവരൊരിക്കലും യൂണിഫോം ധരിച്ചുകൊണ്ടായിരിക്കരുത് ആ കുട്ടിയുടെ മൊഴി എടുക്കേണ്ടത്. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ കുട്ടിയെ പരിശോധിക്കുമ്പോൾ കുട്ടി ഒരു സാഹചര്യത്തിലും പ്രതിയുമായി യാതൊരുവിധ സമ്പർക്കത്തിലും ഏർപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കണം. പ്രതിയായിട്ട് സമ്പർക്കത്തിൽ വന്നാൽ കൊച്ചു ചിലപ്പോൾ പാനിക് ആവും, ചിലപ്പോൾ മുഴുവനായിട്ട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് വരില്ല. അപ്പോ കുട്ടി ഒരു സാഹചര്യത്തിലും പ്രതിയുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്തം ഉണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്. അതേപോലെ ഇതാണ് OAല് കഴിഞ്ഞ ആഴ്ച ചോദിച്ച ക്വസ്റ്റ്യൻ. ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ തന്നെയാണ് ബാക്കി അതിൽ കൊടുത്തത്. ഇതിൽ തെറ്റായിട്ട് വന്നത് ഇതാണ്: യാതൊരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രി കാലത്ത് പോലീസ് സ്റ്റേഷനിൽ തടങ്കലിൽ വെക്കാൻ പാടില്ല എന്നാണ് നിയമത്തിൽ പറയണേ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് യാതൊരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രിയും പകലും പോലീസ് സ്റ്റേഷനിൽ തടങ്കൽ വെക്കാൻ പാടില്ല എന്നാണ്. നിയമം അനുസരിച്ച് രാത്രി മാത്രമേ ഉള്ളൂ, പകലെന്നൊരു സാധനം ഇവിടെ ഇല്ല. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് കഴിഞ്ഞ ആഴ്ചയിലെ OA മെയിൻസിന് കേട്ടോ. കുട്ടിയുടെ താല്പര്യം കണക്കിലെടുത്ത് സ്പെഷ്യൽ കോടതി നിർദ്ദേശിക്കുന്ന സാഹചര്യങ്ങളിൽ ഒഴികെ കുട്ടിയെ തിരിച്ചറിയത്തക്ക രീതിയിലുള്ള വിവരങ്ങൾ പൊതുമാധ്യമങ്ങളിൽ വരുന്നില്ല എന്ന് പോലീസ് ഓഫീസർ ഉറപ്പുവരുത്തണം. നേരത്തെ നമ്മൾ പറഞ്ഞു, കുട്ടിയുടെ താല്പര്യം കണക്കിലെടുത്ത് സ്പെഷ്യൽ കോടതിക്ക് മാത്രമാണ്, അവർ നിർദ്ദേശിക്കുന്ന സാഹചര്യങ്ങളിൽ മാത്രമാണ് കുട്ടിയെ തിരിച്ചറിയണ ഐഡന്റിറ്റി പുറത്തുവിടാൻ പറ്റുള്ളൂ. അല്ലാത്ത ഒരു കാര്യത്തിലും മീഡിയയിൽ കൂടെ കുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തു വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് പോലീസ് ഓഫീസറിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ കുട്ടിയുടെ മൊഴി എടുക്കേണ്ടത് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസർ ആയിരിക്കണം. വരുമ്പോൾ യൂണിഫോം ഇടാൻ പാടില്ല. കുട്ടിക്ക് താല്പര്യമുള്ള സ്ഥലത്തോ വീട്ടിൽ വെച്ചോ ഒക്കെ കുട്ടിയുടെ മൊഴി എടുക്കാം.
രാത്രിയിൽ തടങ്കലിൽ വെക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പോലീസ് സ്റ്റേഷനിൽ രാത്രി വെക്കാൻ പാടില്ല എന്നുള്ളൂ. പകല് വെക്കണതിന് തെറ്റില്ല എന്നായിരിക്കും അതിനർത്ഥം. നിയമത്തിൽ അങ്ങനെയാണല്ലോ പറയണത്. പിന്നെ മീഡിയയിൽ കൂടെ ഒന്നും ഈ കുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല. പറ്റാവുന്ന ഒരു സന്ദർഭം കുട്ടിയുടെ താല്പര്യം കണക്കിലെടുത്ത് സ്പെഷ്യൽ കോടതി നിർദ്ദേശിക്കുന്ന സാഹചര്യങ്ങളിൽ മാത്രം. ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ബാക്കിയുള്ളവരും കൂടി ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഉറങ്ങിപ്പോയാ പോക്സോ ആക്ട് കേട്ട്? റിപ്ലൈ ചെയ്യണവര് തന്നെയാണല്ലോ റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ഇനി കുട്ടിയുടെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുന്ന വിധാണ് കേട്ടോ പറയണത്. അതിനെ പറ്റി പറയണ സെഷൻ 25. 1973 ക്രിമിനൽ നടപടി നിയമത്തിലെ CRPC ആണ് കേട്ടോ ഉദ്ദേശിച്ചത്. CRPC 164 വകുപ്പ് പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയാണെങ്കിൽ അത്തരം മൊഴി രേഖപ്പെടുത്തുന്ന മജിസ്ട്രേറ്റ് ആ നിയമത്തിൽ എന്തു തന്നെ അടങ്ങിയിരുന്നാലും കുട്ടി പറയുന്നത് അതുപോലെ രേഖപ്പെടുത്തണം. കുട്ടി എന്ത് പറയണോ ഈ ഏത് ക്രിമിനൽ നടപടി നിയമമാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് 1973 CRPC ക്രിമിനൽ നിയമത്തില് 164 വകുപ്പ് പ്രകാരമാണ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. CRPC 164 കുറ്റസമ്മതവും മൊഴികൾ രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ ഇത് പ്രകാരം കുട്ടി എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് അങ്ങനെ തന്നെ രേഖപ്പെടുത്തണം എന്നാണ് പറയുക. ആ ക്രിമിനൽ നടപടി നിയമത്തിലെ 164 വകുപ്പ് പ്രകാരം ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തുമ്പോൾ കുറ്റാരോപിതന്റെ അഭിഭാഷകന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം എന്ന വ്യവസ്ഥ ഈ കേസിൽ ബാധകമല്ല. സാധാരണ ആ അഭിഭാഷകന്റെ ഓപ്പോസിറ്റ് ഉള്ള ആളുടെ അഭിഭാഷകന്റെ അഡ്വക്കേറ്റിന്റെ സാന്നിധ്യത്തിലാണ് മൊഴി രേഖപ്പെടുത്താൻ ബാക്കിയുള്ള കേസിൽ. ഇത് പോക്സോ കേസ് ആയതുകൊണ്ട് കുറ്റാരോപിതന്റെ അഭിഭാഷകന്റെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് വ്യവസ്ഥ ഈ കേസിൽ ബാധകമല്ല. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പോലീസ് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്തതിന്മേൽ മജിസ്ട്രേറ്റ് നിർദ്ദിഷ്ട രേഖയുടെ ഒരു പകർപ്പ് കുട്ടിക്കോ മാതാപിതാക്കൾക്കോ കുട്ടിയുടെ പ്രതിനിധികൾക്കോ നൽകണം. അന്തിമ റിപ്പോർട്ട് അത് മജിസ്ട്രേറ്റ് ആർക്ക് കൊടുക്കണം? കുട്ടിക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ കുട്ടിയുടെ പ്രതിനിധിക്കോ കൊടുക്കണം. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം റിപ്പോർട്ട് ചെയ്യുന്നതിൽ സമയപരിധിയൊന്നും പോക്സോ നിയമത്തിൽ നിഷ്കർഷിച്ചിട്ടില്ല. അതായത് നമുക്ക് കുഞ്ഞിലെ ഇപ്പൊ നമ്മുടെ ഇത്ര ഏജായി, ഇപ്പൊ ഞാൻ ഇത്ര ഏജായി, എനിക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു പോക്സോ പരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ലൈംഗികപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സമയത്ത് അന്ന് അത് വെളിപ്പെടുത്താൻ തോന്നിയില്ല. ഇന്ന് വേണമെങ്കിലും എനിക്കത് വെളിപ്പെടുത്താം. അതാണ് ഈ പറയണത്. അതുകൊണ്ട് അതിന് സമയപരിധി ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം റിപ്പോർട്ട് ചെയ്യുന്നതിൽ സമയപരിധി ഒന്നും പോക്സോ നിയമം നിഷ്കർഷിക്കുന്നില്ല. കുട്ടിയായിരുന്ന സമയത്ത് നേരിടേണ്ടി വന്ന അതിക്രമത്തെ കുറിച്ച് ഏത് പ്രായത്തിൽ വേണമെങ്കിലും ഒരാൾക്ക് പരാതി നൽകാം. അതിപ്പോ മരിക്കാറാവണതിന് മുന്നേ വേണമെങ്കിലും പരാതി കൊടുക്കാം. ഒരു കുഴപ്പമില്ല. പ്രായം 18 വയസ്സിൽ താഴെയുള്ള ഒരു കുഞ്ഞിലെ നമുക്കിപ്പോ അങ്ങനെ എന്തെങ്കിലും വന്നു, അന്ന് നമുക്ക് പ്രതികരിക്കാനോ പറയാനോ പറ്റിയില്ല, ഇന്ന് നമുക്ക് വേണമെങ്കിലും കേസ് കൊടുക്കാം. അതാണ് ഇത് പറയണത്. ഏത് പ്രായത്തിൽ വേണമെങ്കിലും പരാതി നൽകാം. ഇനി മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള അനുബന്ധ വ്യവസ്ഥകൾ. മജിസ്ട്രേറ്റോ പോലീസ് ഉദ്യോഗസ്ഥനോ കുട്ടിയുടെ മാതാപിതാക്കളുടെയോ കുട്ടിക്ക് വിശ്വാസമുള്ള മറ്റേതെങ്കിലും വ്യക്തിയുടെ സാന്നിധ്യത്തിലായിരിക്കണം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത്. അപ്പോ ഒന്നെങ്കിൽ പാരന്റ്സിന്റെ മുന്നിൽ വെച്ചിട്ടാണ്. നമ്മൾ നേരത്തെ മൊഴി എടുക്കണത് നമ്മൾ പറഞ്ഞു, ഒരു വനിതാ പോലീസ് ഓഫീസർ, സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരാളാവണമെന്ന് മൊഴി എടുക്കണ്ടേന്ന് പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ മജിസ്ട്രേറ്റോ പോലീസ് ഉദ്യോഗസ്ഥനോ കുട്ടിയുടെ മാതാപിതാക്കളുടെ ആവാം, അല്ലെങ്കിൽ കുട്ടിക്ക് വിശ്വാസമുള്ള മറ്റേതെങ്കിലും വ്യക്തിയുടെ സാന്നിധ്യത്തിലായിരിക്കണം മൊഴി രേഖപ്പെടുത്തേണ്ടത്. മേ ബി അവരുടെ ടീച്ചർ ആയിരിക്കാം, അങ്ങനെ കുട്ടിക്ക് വിശ്വാസമുള്ള ആരുടെയെങ്കിലും ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കാം, അങ്ങനെ കുട്ടിക്ക് വിശ്വാസമുള്ള ആരുടെയെങ്കിലും വ്യക്തിയുടെ സാന്നിധ്യത്തിൽ വേണം മൊഴി രേഖപ്പെടുത്തേണ്ടത്. ഇനി മജിസ്ട്രേറ്റിനോ പോലീസ് ഓഫീസർക്കോ അനിവാര്യമായ സാഹചര്യങ്ങളിൽ വേതനാടിസ്ഥാനത്തിൽ ആവശ്യമായ യോഗ്യതകളും പരിചയമുള്ള ഒരു വിവർത്തകന്റെയോ വ്യാഖ്യാതാവിന്റെയോ സഹായം തേടാം. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഇപ്പം നമ്മുടെ നാട്ടിൽ വരുന്ന ചിലപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്കാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മലയാളം അറിയാത്ത കുട്ടികൾക്കാവാം. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്ലേറ്ററിന്റെ സഹായം തേടാം.
കുട്ടിക്ക് മാനസികമോ ശാരീരികവുമായ വൈകല്യം ഉണ്ടെങ്കിൽ ആശയവിനിമയത്തിനായി മറ്റു വേതനാടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക അധ്യാപകന്റെയോ പരിചയമുള്ള ഏതെങ്കിലും വ്യക്തിയുടെയോ സഹായം മജിസ്ട്രേറ്റിന് പോലീസ് ഓഫീസർക്ക് ഉറപ്പുവരുത്താം. ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിപരമായിട്ടും ഉള്ള ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ ഇപ്പൊ സംസാരിക്കാൻ പറ്റാത്ത കുട്ടിയാണ്, ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്, അപ്പൊ അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് വേതനാടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള അധ്യാപകരെയോ അല്ലെങ്കിൽ അങ്ങനെ സഹായം ഏതെങ്കിലും വ്യക്തിയുടെ സഹായമൊക്കെ മജിസ്ട്രേറ്റിനോ പോലീസ് ഓഫീസർക്കോ ഒക്കെ ഉറപ്പുവരുത്താം. പോലീസ് ഓഫീസറോ മജിസ്ട്രേറ്റോ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ കഴിയാവുന്നിടത്തോളം അത് ദൃശ്യ ശ്രാവ്യ ഇലക്ട്രോണിക് ഉപാധികൾ മുഖേന കൂടി റെക്കോർഡ് ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തണം. ഇത് ഒന്ന് ശ്രദ്ധിച്ചോ, ചിലപ്പോൾ വരാം. ദൃശ്യ ശ്രാവ്യം ഇലക്ട്രോണിക് ഉപാധികൾ വേണം. കേട്ടോണ്ട് മാത്രം കാര്യമില്ല, വീഡിയോ അടക്കം റെക്കോർഡ് ചെയ്യണം കേട്ടോ. പോലീസ് ഓഫീസറോ മജിസ്ട്രേറ്റോ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ അത് റെക്കോർഡിക്കലാക്കണം. അത് ദൃശ്യ രൂപത്തിലും ശ്രാവ്യ ഇലക്ട്രോണിക് രൂപത്തിലും വീഡിയോ ആയിട്ടും ഓഡിയോ ആയിട്ടും ഒക്കെ അത് റെക്കോർഡ് ചെയ്യണം. ഇനി കുട്ടിയുടെ വൈദ്യ പരിശോധനയെ പറ്റി പറയുന്ന സെഷനാണ് 27. ഒരു പോക്സോ അതിക്രമം നടന്നു, കുട്ടിക്ക് ലൈംഗികപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു അതിക്രമം കുട്ടിക്ക് സംഭവിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണമല്ലോ. അതിന്റെ സെഷനാണ് സെഷൻ 27. ഈ നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രഥമ വിവരം റിപ്പോർട്ട്, FIR, പരാതിയോ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും കുറ്റകൃത്യത്തിന് വിധേയരായ ഒരു കുട്ടിക്ക് CRPC നിയമത്തിലെ 164 വകുപ്പ് അനുസരിച്ച് വൈദ്യ പരിശോധന നടത്തണം. അതായത് കുട്ടി ഭയങ്കര സീരിയസ് ആയിട്ട് അങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടിയേക്കണ FIR റിപ്പോർട്ടൊന്നും FIR ചാർജ് ചെയ്തിട്ടില്ലെങ്കിലും ആ കുട്ടീനെ വൈദ്യ പരിശോധനയ്ക്ക് എമർജൻസി ആയിട്ട് വൈദ്യ പരിശോധന നടത്തണം എന്നാണ് പറയണത്. പ്രാഥമിക വിവര റിപ്പോർട്ടോ പരാതിയോ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും കുറ്റകൃത്യത്തിന് വിധേയമായ ഒരു കുട്ടിക്ക് CRPC നിയമത്തിലെ 164 വകുപ്പ് അനുസരിച്ച് വൈദ്യ പരിശോധന നടത്തണം. ഇര ഒരു പെൺകുട്ടിയാണെങ്കിൽ വൈദ്യ പരിശോധന നടത്തേണ്ടത് ഒരു വനിതാ ഡോക്ടർ ആയിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് വനിതാ ഡോക്ടറാണ് നടത്തേണ്ടത്. വൈദ്യ പരിശോധന നടത്തേണ്ടത് കുട്ടിയുടെ രക്ഷിതാക്കളുടെയോ കുട്ടിക്ക് വിശ്വാസമുള്ള വ്യക്തിയുടെ സാന്നിധ്യത്തിലായിരിക്കണം. അങ്ങനെ പാരന്റ്സോ അല്ലെങ്കിൽ കുട്ടിക്ക് വിശ്വാസമുള്ള വ്യക്തിയോ ഇല്ലാണ്ട് ഒന്നും വൈദ്യ പരിശോധന നടത്താൻ പാടില്ല. ഇനി ആ സമയത്ത് ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ എന്തെങ്കിലും റേപ്പ് കേസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്നിട്ട് കിട്ടിയ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ കൂടെ പാരന്റ്സോ അങ്ങനെ ബന്ധപ്പെട്ടവരൊന്നും ഉണ്ടാവണം നിർബന്ധമില്ല. കുട്ടിക്ക് വിശ്വാസമുള്ള ആൾക്കാരുണ്ടാവണം നിർബന്ധമില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടിയുടെ രക്ഷിതാവിനോ മറ്റു വ്യക്തികൾക്കോ കുട്ടിയുടെ വൈദ്യ പരിശോധന സമയത്ത് ഹാജരാകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആശുപത്രിയിലെ മേലധികാരി അല്ലെങ്കിൽ ഉയർന്ന അധികാരി നിഷ്കർഷിക്കുന്ന ഏതെങ്കിലും ഒരു വനിതയുടെ സാന്നിധ്യത്തിലായിരിക്കണം വൈദ്യ പരിശോധന നടക്കേണ്ടത്. ഇവിടെ കുട്ടി എന്നാണ് പറയണത്, പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോ അത് ഒരു വനിതയുടെ സാന്നിധ്യത്തിലായിരിക്കണം വൈദ്യ പരിശോധന നടത്തണം. പാരന്റ്സോ അല്ലെങ്കിൽ കുട്ടിക്ക് വിശ്വാസമുള്ളവരോ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ മുന്നിൽ വെച്ചായിരിക്കണം കുട്ടീനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്. ഇനി അവർ കൂടെ ഇല്ലാത്ത സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ ആ ആശുപത്രിയിലെ മേലധികാരി അല്ലെങ്കിൽ ഉയർന്ന അധികാരി നിഷ്കർഷിക്കുന്ന ഏതെങ്കിലും ഒരു വനിതയുടെ സാന്നിധ്യത്തിൽ വേണം വൈദ്യ പരിശോധന നടത്തേണ്ടത്. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഇച്ചിരി ഉറക്കം വരുന്ന ടോപ്പിക്കാണ്, സാരില്ല, പഠിച്ചാൽ മതി. ക്ലിയർ ആണോ? ഒരു ക്വസ്റ്റ്യൻ വേണേ ചോദിക്കാം. പോക്സോ നിയമം അവസാനമായി ഭേദഗതി വരുത്തിയ വർഷം? ആൻസർ പറഞ്ഞേ. അവസാനമായി ഭേദഗതിയാണ് പറയണത്, അമെന്റ്മെന്റ് കേട്ടാ. പോക്സോ ആക്ട് നിലവിൽ വന്നത് 2012. അവസാനമായിട്ട് അതിൽ അമെന്റ്മെന്റ് വന്നത്, അതായത് വധശിക്ഷ വരെ വന്ന ഒരു അമെന്റ്മെന്റ് വന്നില്ലേ, അത് വന്ന വർഷം 2019 കേട്ടാ. പോക്സോ ആക്ട് നിലവിൽ വന്നത് 2012. അമെന്റ്മെന്റ് ലാസ്റ്റ് ആയിട്ട് വന്നത് 2019. അതിലെന്തെങ്കിലും ഭേദഗതി വന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനെ, ഇത് കഴിഞ്ഞ OAക്ക് ചോദിച്ചതാ, ഈ കഴിഞ്ഞതല്ല, 2021 OAക്ക് കേട്ടാ. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം അനുസരിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായത് എഴുതാനാണ് പറയണത്. ഓപ്ഷൻ എ,
ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വിവിധ കുറ്റകൃത്യങ്ങളിൽ അതിന്റെ ഗൗരവം അനുസരിച്ച് പരമാവധി വധശിക്ഷ വരെ ലഭിക്കാം. ശരിയാണോ തെറ്റാണോ? കേക്കള്ളേ? ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വിവിധ കുറ്റകൃത്യങ്ങളിൽ അതിന്റെ ഗൗരവം അനുസരിച്ച് പരമാവധി വധശിക്ഷ വരെ കിട്ടാം. ബാക്കിയുള്ളവർ പറഞ്ഞ ആൻസർ എല്ലാവരും പറയും. ശരിയാണല്ലേ. 2019 അമെന്റ്മെന്റ് നിയമം അനുസരിച്ച് മാക്സിമം വധശിക്ഷ വരെ കിട്ടാവുന്ന ഒരു തെറ്റാണിത്. അടുത്ത ഓപ്ഷൻ, നിയമവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോമിലായിരിക്കരുത്. ശരിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിന്ന് ചോദിക്കുക. മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഇനി പ്രത്യേക കോടതികൾ കേട്ടോ. പ്രത്യേക കോടതികളുടെ പദവിയെ പറ്റി പ്രതിപാദിക്കുന്ന സെഷൻ 28. വേഗത്തിൽ വിചാരണ നടത്തുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന ചെയ്ത് ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഈ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ വേഗത്തിൽ വിചാരണ ചെയ്യുന്നതിന് ഓരോ ജില്ലയിലും ഒരു സെഷൻസ് കോടതിയെ സ്പെഷ്യൽ കോടതിയായിട്ട് നിയോഗിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ പോക്സോ നിയമപ്രകാരം സ്പെഷ്യൽ കോടതികൾ വരാനായിട്ട് അനുവാദമുണ്ട്. അപ്പോ അതിന്റെ സ്പെഷ്യൽ കോടതികൾ വെക്കാൻ കാരണം എന്തിനാ? വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കാനായിട്ടാ. ഇനി 2005 കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കമ്മീഷൻ നിയമപ്രകാരം ഒരു സെഷൻസ് കോടതിയെ കുട്ടികളുടെ കോടതിയായി വിജ്ഞാപനം ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിലോ നിലവിലുള്ള മറ്റേതെങ്കിലും നിയമപ്രകാരം സ്പെഷ്യൽ കോടതി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കോടതി വകുപ്പ് പ്രകാരം, അതായത് ഒരു സെഷൻസ് കോടതിനെ പോലും എന്തായിട്ട് ചെയ്യാം? ഒരു സ്പെഷ്യൽ കോർട്ടായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇങ്ങനെയുള്ള വിചാരണകൾ ഈ പ്രത്യേക കോടതിയോടെ ചെയ്യാൻ പറ്റൂന്നാണ് പറയണത്. ഈ നിയമത്തിന് കീഴിലുള്ള ഒരു കുറ്റം വിചാരണ ചെയ്യുമ്പോൾ 1973 ക്രിമിനൽ നടപടി CRPC പ്രകാരം പ്രതികൾക്ക് ചുമത്താവുന്ന മറ്റു കുറ്റങ്ങൾ കൂടി പ്രത്യേക കോടതി വിചാരണ ചെയ്യുന്നു. അത് ഈ നിയമത്തിലുള്ള ബാക്കിയുള്ള കുറ്റങ്ങളും കൂടി ഇതിന്റെ മേലിൽ വെക്കാമെന്നാണ് പറയണത്. ഈ നിയമത്തിന് കീഴിൽ രൂപവൽക്കരിച്ചിട്ടുള്ള പ്രത്യേക കോടതിക്ക് 2000 വിവര സാങ്കേതിക നിയമത്തിലെ 67B എന്ന് പറയുന്നത് ചൈൽഡ് പോർണോഗ്രഫിയെ പറ്റി പറയുന്ന സെഷനാണ് കേട്ടോ. 67B പ്രകാരമുള്ള കുറ്റത്തിന് അത് കുട്ടികളെ ലൈംഗികമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള വസ്തുക്കൾ പ്രസിദ്ധീകരിക്കുകയോ സംപ്രേഷണം ചെയ്യുകയോ അല്ലെങ്കിൽ ഓൺലൈനിൽ കുട്ടികളെ ലൈംഗികപരമായി ദുരുപയോഗം ചെയ്യുന്നതായ കുറ്റകൃത്യങ്ങൾ വിചാരണ ചെയ്യാൻ അധികാരപ്പെടുത്തുകയുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചൈൽഡ് പോർണോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് ഒരു വലിയൊരു കുറ്റമായിട്ട് വെക്കാം. ഈ 67B IT ആക്ടിലെ ഇതെന്താണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. 67B ചൈൽഡ് പോർണോഗ്രഫി ആണ്. B ഫോർ ബേബി എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ചൈൽഡ് പോർണോഗ്രഫിയുടെ സെഷനാണ് 67B. ചോദിക്കാറുള്ളതാണ് PSC. ഇനി കുറ്റകരമായ മാനസികാവസ്ഥ സംബന്ധിച്ച അനുമാനം. ഈ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ വിചാരണ ചെയ്യുമ്പോൾ പ്രതിക്ക് കുറ്റകരമായ മാനസികാവസ്ഥ ഉണ്ടായിരിക്കുന്നുവെന്ന് സ്പെഷ്യൽ കോടതിക്ക് അനുമാനിക്കാം. എന്നാൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ ചെയ്യുന്നതിനുള്ള മാനസികാവസ്ഥ തനിക്ക് ഇല്ലായിരുന്നു എന്ന് തെളിയിക്കേണ്ടത് കുറ്റാരോപിതന്റെ ഉത്തരവാദിത്തം. അപ്പൊ ചിലവര് ഇപ്പൊ പറയില്ലേ, എന്റെ മാനസിക നില മോശമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് വേണമെങ്കിൽ സ്പെഷ്യൽ കോടതിക്ക് അനുമാനിക്കാവുന്നുള്ളൂ. പക്ഷെ എനിക്ക് മാനസിക രോഗമുണ്ട് എന്ന് പ്രൂവ് ചെയ്യേണ്ടത് അത് അവരുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അതാണ് ഈ പറയണത്. ഈ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ വിചാരണ ചെയ്യുമ്പോൾ പ്രതിക്ക് കുറ്റകരമായ മാനസികാവസ്ഥ ഉണ്ടായിരുന്നുവെന്ന് സ്പെഷ്യൽ കോടതിക്ക് അനുമാനിക്കാന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ ചെയ്യുന്നതിനുള്ള മാനസികാവസ്ഥ തനിക്കില്ലായിരുന്നു എന്ന് തെളിയിക്കേണ്ടത് കുറ്റാരോപിതന്റെ ഉത്തരവാദിത്തമാണ് കേട്ടോ. ഈ വകുപ്പിന്റെ ആവശ്യത്തിലേക്കായി ഒരു വസ്തു തെളിയിക്കപ്പെട്ടു എന്ന് കരുതണമെങ്കിൽ സ്പെഷ്യൽ കോടതിക്ക് സംശയാതീതമായി ആ വസ്തു നിലനിന്നു എന്ന് തീർത്തും വിശ്വാസയോഗ്യമാകേണ്ടതാണ്. ഒരു കാര്യം തെളിയിക്കപ്പെട്ടു എന്ന് കരുതണമെങ്കിൽ എന്ത് ചെയ്യണം? ആ വസ്തു ഇങ്ങനെ സംശയത്തിന്റെ നിഴലൊന്നും പാടില്ല, അത് പൂർണ്ണമായിട്ട് വിശ്വാസയോഗ്യമാകേണ്ടതാണ്. ഇനി അടുത്തതാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. അതിന്റെ സെഷനാണ് 32. ഈ നിയമപ്രകാരമുള്ള കേസുകളുടെ നടത്തിപ്പിനായി മാത്രം സംസ്ഥാന സർക്കാർ ഔദ്യോഗിക വിജ്ഞാപനത്തിലൂടെ ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഓരോ സ്പെഷ്യൽ കോടതിയിലും നിയമിക്കുന്നു. അപ്പൊ എല്ലാ സ്പെഷ്യൽ കോർട്ടിലും ആരുണ്ട്? സർക്കാർ വിജ്ഞാപനത്തിലൂടെ ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെയുണ്ട് ഈ നിയമപ്രകാരമുള്ള കേസിന്റെ നടത്തിപ്പിനായിട്ട്. ഇനി ആരെയാണ് ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ട് നിയമിക്കുക? അഭിഭാഷകനായി 7 വർഷത്തിൽ
കുറയാത്ത പ്രവൃത്തി പരിചയമുള്ള ഒരാൾക്ക് മാത്രമേ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിട്ട് വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഈ നിയമപ്രകാരം ഈ സ്പെഷ്യൽ കോടതിയിൽ ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കാം. അതിന് അഭിഭാഷകനായി അഡ്വക്കേറ്റായി 7 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ മാത്രമാണ് അയാളെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ട് നിയമിക്കാൻ പറ്റുള്ളൂ. ഇനി സ്പെഷ്യൽ കോടതി നമ്മൾ പറഞ്ഞു വേഗത്തിൽ വിചാരണ ശരിയാ ഈ പോക്സോ ആയിട്ട് ബന്ധപ്പെട്ട വേഗത്തിലുള്ള വിചാരണയ്ക്ക് നമുക്കൊരു സെഷൻസ് കോടതിനെ വരെ സ്പെഷ്യൽ കോർട്ടായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ അതിന്റെ നടപടിക്രമങ്ങളാണ് ഈ പറയുന്നത്. അതിന്റെ സെഷൻ 33. സ്പെഷ്യൽ കോടതിക്ക് പ്രതിയെ വിചാരണ ചെയ്യാതെ തന്നെ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന വസ്തുതകളുടെ പരാതി ലഭിക്കുമ്പോഴോ പോലീസ് റിപ്പോർട്ട് ലഭിക്കുമ്പോഴോ കുറ്റകൃത്യം സംബന്ധിച്ച നടപടി എടുക്കാം. അപ്പൊ തന്നെ നടപടി എടുക്കാൻ പറ്റുമെന്ന്, വിചാരണ ചെയ്യണതിന് മുന്നേ തന്നെ. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ പ്രതിക്ക് വേണ്ടി ഹാജരാക്കുന്ന അഭിഭാഷകൻ മുഖ്യ വിസ്താരം, എതിർ വിസ്താരം, പുനർവിസ്താരം എന്നിവ രേഖപ്പെടുത്തുന്നതിനായി കുട്ടിയോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ സ്പെഷ്യൽ കോടതിക്ക് നൽകേണ്ടതും അത് സ്പെഷ്യൽ കോടതി കുട്ടിയോട് ചോദിക്കണം. അതായത് സ്പെഷ്യൽ കോടതിയാണ് കുട്ടിയോട് ചോദിക്കേണ്ടത്. ഇതൊക്കെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കുട്ടിയോട് ചോദിക്കേണ്ടത് എന്നുള്ളതൊക്കെ സ്പെഷ്യൽ കോടതിയോട് നേരത്തെ തന്നെ പറയണം. അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ആ കുട്ടീനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പല ക്വസ്റ്റ്യൻസും വേണമെങ്കിൽ മേ ബി ചോദിക്കാലോ. നിങ്ങൾ സിനിമയൊക്കെ കാണുന്നതാണല്ലോ. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ പ്രതിക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ മുഖ്യ വിസ്താരം, എതിർ വിസ്താരം, പുനർവിസ്താരം എന്നിവ രേഖപ്പെടുത്തുന്നതിനായി കുട്ടിയോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ സ്പെഷ്യൽ കോടതിക്ക് നൽകണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് സ്പെഷ്യൽ കോടതി കുട്ടിയോട് ചോദിക്കണം. ഇനി ഇപ്പൊ ഈ കുട്ടിക്ക് ഭയങ്കര അസ്വസ്ഥമാവുകയാണ്, കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഇടവേളകൾ അനുവദിക്കാൻ ഉത്തരവാദിത്വം ഉണ്ട് കേട്ടോ. സ്പെഷ്യൽ കോടതിക്ക് ആവശ്യമെന്ന് തോന്നുന്ന പക്ഷം വിചാരണയ്ക്കിടയിൽ കുട്ടിക്ക് ഇടവേള അനുവദിക്കാം. കുട്ടിയുടെ കുടുംബാംഗത്തെയോ രക്ഷാകർത്താവിനെയോ സുഹൃത്തിനെയോ ബന്ധുവിനെയോ കുട്ടിക്ക് വിശ്വാസമുള്ള ഒരാളെയോ കുട്ടിയോടൊപ്പം കോടതിയിൽ ഹാജരാക്കാൻ അനുവദിക്കുന്നതിലൂടെ കോടതിക്ക് അതിന്റെ അന്തരീക്ഷം ബാലസൗഹാർദ്ദമാക്കാം. അപ്പൊ കുട്ടികളെ ബാലസൗഹാർദ്ദ ഒരു കോടതിയായിട്ട് തോന്നിക്കാൻ വേണ്ടി, ആ കുട്ടിക്ക് തോന്നാൻ വേണ്ടി കുട്ടിയുടെ കുടുംബാംഗത്തെ കൊണ്ടുവരാം, അല്ലെങ്കിൽ രക്ഷാകർത്താവിനെയോ അല്ലെങ്കിൽ സുഹൃത്തിനെയോ ബന്ധുവിനെയോ കുട്ടിക്ക് വിശ്വാസമുള്ള ഒരാളെയോ കുട്ടിയോടൊപ്പം ഹാജരാക്കാൻ അനുവദിക്കാം. മൊഴി നൽകാൻ കുട്ടിയെ ആവർത്തിച്ച് വിളിക്കുന്നില്ലെന്ന് സ്പെഷ്യൽ കോടതി ഉറപ്പാക്കണം. മൊഴി നൽകാനായിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുട്ടീനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചു വരുത്താൻ പാടില്ല. ഇനി സ്പെഷ്യൽ കോടതിക്ക് കുട്ടിക്ക് വിനാശകരമായതോ സ്വഭാവഹത്യ നടത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് ആ കുട്ടീനെ വിഷമിപ്പിക്കാൻ പാടില്ല. വിചാരണയുടെ എല്ലാ ഘട്ടത്തിലും കുട്ടിയുടെ അന്തസ് കാത്തു സൂക്ഷിക്കുന്നു സ്പെഷ്യൽ കോടതി ഉറപ്പുവരുത്തണം. ആ കുട്ടിയുടെ ആ ഒരു അന്തസ് കാത്തു സൂക്ഷിക്കണം. അന്വേഷണത്തിന്റെയോ വിചാരണയുടെ ഒരു സമയത്തും കുട്ടിയെ തിരിച്ചറിയുന്ന തരത്തിൽ യാതൊരു വിവരവും വെളിപ്പെടുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, അങ്ങനെ കുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തു വിടാൻ പാടില്ല. ആ കുട്ടിയുടെ താല്പര്യത്തിന്മേൽ ഉചിതമാണെന്ന അഭിപ്രായത്തിൽ വിവരങ്ങളുടെ വെളിപ്പെടുത്തൽ സ്പെഷ്യൽ കോടതിക്ക് അനുവദിക്കാം. ഇത് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ആ കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്പെഷ്യൽ കോടതിക്ക് അനുവദിക്കാം കേട്ടോ, വിവരങ്ങൾ വെളിപ്പെടുത്താം. അനിവാര്യമായ കേസുകളിൽ സ്പെഷ്യൽ കോടതി പ്രതിക്ക് ശിക്ഷയോടൊപ്പം കുട്ടിക്കുണ്ടായ ശാരീരിക മാനസിക ക്ഷതങ്ങൾ അല്ലെങ്കിൽ ആ കുട്ടിയുടെ അടിയന്തര പുനരധിവാസത്തിനായി നഷ്ടപരിഹാരം നേരിട്ട് നൽകാം. നമുക്കറിയണ കാര്യമാണ്. തെളിവുകൾ രേഖപ്പെടുത്തുന്ന വേളയിൽ കുട്ടിയെ കുറ്റാരോപിതം കണ്ടുമുട്ടുന്നില്ലെന്ന് പ്രത്യേക കോടതി ഉറപ്പാക്കണം. അപ്പൊ ഈ കുട്ടീനെ പീഡിപ്പിച്ച ആള് നിൽക്കുമ്പോ കുട്ടിക്ക് ഓപ്പൺ ആവാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ കുറ്റാരോപിതര് കണ്ടുമുട്ടുന്നില്ലെന്ന് സ്പെഷ്യൽ കോടതി ഉറപ്പാക്കണം. അത് പറയണ സെഷൻ 36. അതേസമയം കുട്ടി പറയുന്നത് പ്രതിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെന്നും അയാൾക്ക് അഭിഭാഷകനോട് ആശയവിനിമയം നടത്താൻ കഴിയുന്നുണ്ടെന്നും ഉറപ്പാക്കണം. കുട്ടി നേരിട്ട് കാണാൻ പാടില്ല ഈ പ്രതിനെ, പക്ഷെ കുട്ടി പറയണതൊക്കെ പ്രതിക്ക് കേൾക്കാൻ പാകത്തിന് അവിടെ എന്തെങ്കിലും ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യണം. സ്പെഷ്യൽ കോടതിക്ക് വീഡിയോ കോൺഫറൻസിംഗ് വഴിയോ ഒരു ഭാഗത്തേക്ക് മാത്രം കാണാൻ കഴിയുന്ന കണ്ണാടികൾ വഴിയോ കർട്ടനുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനം ഉപയോഗിച്ചോ മൊഴി രേഖപ്പെടുത്താം. അപ്പൊ ആ പ്രതിക്ക് കേൾക്കാലോ കുട്ടി എന്ത് പറയുന്നു എന്ന്. പക്ഷെ കുട്ടിക്ക് ഒരിക്കലും ഈ പ്രതിയെ ഫേസ് ചെയ്യാനോ അങ്ങനെ ഒരു രീതിയിലും ബുദ്ധിമുട്ടുണ്ടാക്കാനോ കുട്ടീനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഈ പ്രതിക്ക് ഈ കുട്ടി പറയണത് എന്തൊക്കെയാണെന്ന് കേൾക്കാൻ വേണ്ടി ഒന്ന് ഈ വീഡിയോ കോൺഫറൻസിങ്, ഇതും നല്ലൊരു പോയിന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. വീഡിയോ കോൺഫറൻസിങ് വഴിയായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് മാത്രം കാണാൻ കഴിയുന്ന കണ്ണാടി വഴിയോ കർട്ടനുകളൊക്കെ വെച്ച് മൊഴി രേഖപ്പെടുത്താം. ഒരു കുട്ടിയാണ് കുറ്റകൃത്യം ചെയ്യുന്നതെങ്കിൽ അതിന് പാലിക്കേണ്ട നടപടിക്രമം സ്പെഷ്യൽ കോടതി വയസ്സ് നിർണ്ണയിക്കുന്ന രീതി. ഞാൻ പറഞ്ഞു, ഇപ്പൊ കുട്ടിയാണ് പോക്സോ കേസിൽ പെട്ടതെന്ന് വിചാരിക്കും. ഇപ്പൊ 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണ് പോക്സോ കേസിൽ കുറ്റം ചെയ്തതെന്ന് വിചാരിക്കും. അതായത് ഇപ്പൊ +2 പഠിക്കുന്ന കുട്ടി 17 വയസ്സുള്ളൂ, അവൻ പോക്സോ പരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പെൺകുട്ടീനെ പീഡിപ്പിച്ചു, അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ള
കുട്ടിയാണ് കുറ്റകൃത്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യം ഒരു കുട്ടിയാണ് ചെയ്തതെങ്കിൽ ആ കുട്ടിയെ കൈകാര്യം ചെയ്യേണ്ടത് 2015 ജുവനൈൽ ജസ്റ്റിസ്, കുട്ടികളുടെ സംരക്ഷണവും പരിചരണവും നിയമപ്രകാരമുള്ള വകുപ്പുകൾക്ക് വ്യവസ്ഥകൾക്കും വിധേയമായിട്ടായിരിക്കണം. അതായത് കുട്ടി ആയതുകൊണ്ട് കുട്ടി കാര്യം ഈ തെറ്റ് ചെയ്തു, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മേ ബി ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ കുട്ടിക്ക് ആ ഒരു കുട്ടിയാണെന്നുള്ള പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ 2015 ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമാണ് ഈ പറഞ്ഞ ആ കുട്ടീനെ കൈകാര്യം ചെയ്യേണ്ടത്. സ്പെഷ്യൽ കോടതിക്ക് മുമ്പാകെയുള്ള നടപടിക്രമങ്ങൾക്കിടയിൽ ഒരാൾ കുട്ടിയാണോ അല്ലയോ എന്ന ചോദ്യം ഉയരുന്നുവെങ്കിൽ ആളിന്റെ പ്രായം സ്പെഷ്യൽ കോടതിക്ക് തീർത്തും ബോധ്യം വരുന്ന രീതി നിർണ്ണയിക്കേണ്ടതും അത് സംബന്ധിച്ച കാരണങ്ങൾ എഴുതി രേഖപ്പെടുത്തും. നിങ്ങൾ ന്യൂസിൽ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. 18 വയസ്സിൽ താഴെയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് ഓരോന്ന് ചെയ്യണത്. അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുന്നത്. സ്പെഷ്യൽ കോടതിക്ക് മുമ്പാകെയുള്ള നടപടിക്രമങ്ങൾക്കിടയിൽ ഒരാൾ കുട്ടിയാണോ അല്ലയോ എന്ന ചോദ്യം ഉയരുന്നുവെങ്കിൽ ആളിന്റെ പ്രായം സ്പെഷ്യൽ കോടതിക്ക് തീർത്തും ബോധ്യം വരുന്ന രീതിയിൽ നിർണ്ണയിക്കേണ്ടതും അത് സംബന്ധിച്ച കാരണങ്ങൾ എഴുതി രേഖപ്പെടുത്തേണ്ടതുമാണ്. നിർണയിക്കപ്പെട്ടത് ഒരു വ്യക്തിയുടെ ശരിയായ വയസ്സല്ല എന്ന് പിന്നീട് തെളിയിക്കുന്നത് കൊണ്ട് മാത്രം സ്പെഷ്യൽ കോടതിയുടെ ഉത്തരവ് അസാധുവാകുന്നില്ല. പിന്നീടാണ് തെളിഞ്ഞത് ആ കുട്ടിക്ക് 19 വയസ്സുണ്ട്, 17 വയസ്സ് അല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രം സ്പെഷ്യൽ കോടതിയുടെ ഉത്തരവ് അസാധുവാകാൻ പാടില്ല എന്നാണ് പറയണത്. ഇനി കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തേണ്ട കാലാവധിയും കേസിന്റെ തീർപ്പും. സ്പെഷ്യൽ കോടതി കുറ്റകൃത്യം നടപടിക്കെടുത്ത 30 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തുകയും അത് വൈകുന്നുവെങ്കിൽ അതിനുള്ള കാരണം സ്പെഷ്യൽ കോടതി രേഖപ്പെടുത്തുകയും ചെയ്യും. അതായത് ഒരു കുറ്റകൃത്യം നടന്നു എന്ന് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് 30 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തണം എന്നാണ് പറയുക. ഇനി കഴിയുന്നിടത്തോളം കുറ്റം കണ്ടുപിടിച്ച തീയതി മുതൽ 1 വർഷത്തിനുള്ളിൽ പ്രത്യേക കോടതി വിചാരണ പൂർത്തിയാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 30 ദിവസത്തിനുള്ളിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഏത് പ്രായത്തിലും പോക്സോപരമായ കേസുകൾക്ക് കേസ് കൊടുക്കാൻ പറ്റും. അപ്പൊ കേസ് കൊടുത്ത അന്ന് തൊട്ട് 30 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ കഴിയുന്നിടത്തോളം 1 വർഷത്തിനുള്ളിൽ തന്നെ പ്രത്യേക കോടതി വിചാരണ പൂർത്തിയാക്കണം. ഇനി ആവശ്യമെങ്കിൽ കുട്ടിയുടെ തെളിവുകൾ രേഖപ്പെടുത്തുമ്പോൾ കോടതിക്ക് ഒരു വിവർത്തകന്റെയോ വ്യാഖ്യാതാവിന്റെയോ സഹായം ലഭ്യമാക്കണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കുട്ടിക്ക് മാനസികമോ ശാരീരികമായ വൈകല്യം ഉണ്ടെങ്കിൽ സ്പെഷ്യൽ കോടതിക്ക് കുട്ടിയുടെ തെളിവെടുക്കുന്ന സമയത്ത് നിഷ്കർഷിച്ചിട്ടുള്ള രോഗ്യവും അനുഭവ പരിചയമുള്ള വിദഗ്ധന്റെ സഹായം തേടാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇത് മുൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വിചാരണ നടത്തേണ്ടത് രഹസ്യമായിട്ടാണോ? ഇൻ ക്യാമറ എന്നാണ് അന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത്. ഇൻ ക്യാമറ രഹസ്യമായിട്ടാണെന്നുള്ളത് ആണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല എന്ന് കുറെ പേര് തെറ്റിച്ചിട്ടുണ്ടായി. അപ്പൊ വിചാരണ നടത്തേണ്ടത് രഹസ്യമായിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഇൻ ക്യാമറ എന്ന് തന്നാലും ശരിയാണ് കേട്ടോ. അപ്പൊ പോക്സോ കേസുകൾ വിചാരണ നടത്തേണ്ടത് രഹസ്യമായിരിക്കണം എന്ന് പറയുന്ന സെക്ഷൻ 37. ഇനി 4 കുട്ടിയുടെ രക്ഷാകർത്താക്കളുടെ കുട്ടിക്ക് ഉറപ്പും വിശ്വാസമുള്ള വ്യക്തിയുടെ സാന്നിധ്യത്തിൽ രഹസ്യമായിട്ടാവണം സ്പെഷ്യൽ കോടതി വിചാരണ നടത്തണം. നമ്മൾ പറഞ്ഞതാണ്. സ്പെഷ്യൽ കോടതിക്ക് കുട്ടിയെ കോടതി അല്ലാത്ത മറ്റൊരു സ്ഥലത്ത് വിചാരണ നടത്തണം എന്ന അഭിപ്രായമുള്ള പക്ഷം 73 ക്രിമിനൽ നടപടി നിയമത്തിലെ 254 വകുപ്പ് പ്രകാരം ഈ ആവശ്യത്തിലേക്കായി ഒരു കമ്മീഷനെ നിയോഗിക്കാം. ഇപ്പൊ സ്പെഷ്യൽ കോടതിയിൽ കുട്ടിക്ക് പറ്റില്ല വിചാരണ നടത്താൻ എന്ന് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തിട്ട് ഉചിത പോലെ ചെയ്യാമെന്നാണ് പറയണത്. ഈ നിയമത്തിന് കീഴിൽ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കുന്ന എല്ലാ ചട്ടങ്ങളും അത് ഉണ്ടാക്കിയതിനു ശേഷം എത്രയും വേഗം പാർലമെന്റിന്റെ ഇരു സഭകളിലെ ഒരു സെഷനിലോ 2 അതിലധികം സെഷനുകളിലായി ആകെ 30 ദിവസത്തേക്ക് വെക്കേണ്ടതാണ്. കൂടാതെ സെഷന് ശേഷം അല്ലെങ്കിൽ തുടർന്നുള്ള സെഷനുകൾക്ക് തൊട്ടു മുമ്പ് നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഇരുസഭകൾ സമ്മതിക്കുകയോ ചെയ്താൽ പിന്നീട് അത്ര ഇമ്പോർട്ടന്റ് അല്ല. 30 ദിവസത്തിനുള്ളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ ഇത് പറയണതാണ്. ഇനി അഭിഭാഷകന്റെ സഹായം ലഭിക്കാനുള്ള കുട്ടിയുടെ അവകാശമാണ് സെക്ഷൻ 40 പറയണത്. ഇനി പോക്സോ നിയമത്തെ കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം ഉണ്ടാക്കണം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 43. അഭിഭാഷകന്റെ സഹായം 40, പൊതുജനങ്ങൾക്കിടയിൽ അവബോധം ഉണ്ടാക്കണം എന്ന് പറയണ സെക്ഷൻ 43. അപ്പൊ ഇത്രയേ ഉള്ളൂ. കുറേ കണ്ടന്റ് ആയി, ബോറടിച്ചിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? എന്തേലും ഡൗട്ട് ഉണ്ടോ? എല്ലാവരും പോയേ? ക്ലിയർ ആണോ? ആരും ഒന്നും പറയണില്ലല്ലോ. ക്ലിയർ ആയോ? എന്തേലും ഡൗട്ട് ഉണ്ടോ?
ഓക്കെ. അപ്പൊ ശരി. താങ്ക് യു.